പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈസ്റ്ററിനുള്ള ഒരുക്കത്തിലാണ് നമ്മളുടെ ഒരുക്കത്തിനനുസരിച്ചാണ് ഉത്ഥാനത്തിൻ്റെ ശക്തിയും മഹത്വവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭ്യമാവുക. 2000 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ മാനസിക, ശാരീരിക, ആധ്യാത്മിക, സാമ്പത്തിക, സാമൂഹികമായ പ്രശ്നങ്ങളുടെ മൂലകാരണം അത് പാപമാണ്. നമ്മളുടെ ജീവിതത്തിലെ എല്ലാ അസ്വസ്ഥതകളുടെയും അസമാധാനത്തിൻ്റെയും അസംതൃപ്തിയുടെയും മൂലകാരണം എന്ന് പറയുന്നത് നമ്മളുടെ പാപമാണ്. ഈ പാപത്തിനുള്ള പരിഹാരം 2000 വർഷം മുമ്പ് ദൈവം നടത്തിക്കഴിഞ്ഞു, അല്ലെങ്കിൽ നൽകിക്കഴിഞ്ഞു. ഒപ്പം തൻ്റെ ദൈവീക ജീവനിലേക്കുള്ള ഭാഗഭാഗിത്വം യേശുവിൽ അവിടെ നമുക്ക് നൽകിക്കഴിഞ്ഞു. ഇനി ഈ പാപമോചനം ഞാൻ നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ്. 2, യേശുവിലുള്ള ആ ദൈവിക ജീവനിലുള്ള ഭാഗഭാഗിത്വം, അതിനാണ് നമ്മൾ നിത്യജീവൻ എന്ന് പറയും. ഇത് രണ്ടും നമ്മളുടെ പരിശ്രമം. ഒന്ന്, നമ്മളുടെ അനുതാപവും പ്രാശ്ചിത്തം വഴി പാപങ്ങൾ മോചനം നേടണം. 2, നമ്മളുടെ സുഹൃതങ്ങളും പ്രാർത്ഥനകളും പുണ്യങ്ങളും വഴി നമ്മൾ ദൈവിക ജീവനിൽ ഭാഗഭാഗിത്വം നേടണം. ഇത് രണ്ടിനുമുള്ള നമ്മളുടെ ആഗ്രഹമനുസരിച്ച് തമ്പുരാൻ നമുക്കതിനുള്ള കൃപ തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു തെറ്റിദ്ധാരണയാണ്, ദൈവം എന്താ എൻ്റെ ജീവിതത്തിൽ ഇടപെടാത്തത്, ഞാൻ ഇത്രമാത്രം ദുരിതങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കുന്നത് കാണുന്നില്ലേ, എൻ്റെ വേദന നീ അറിയുന്നില്ലേ, ഞാൻ എന്തെല്ലാം ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നു, ഇതെല്ലാം ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ ദൈവം ഇതൊന്നും കാണുന്നില്ലേ, അറിയുന്നില്ലേ, നീ ഇത്രയ്ക്ക് ക്രൂരനാണോ എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ തമ്പുരാനോട് ചോദിക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവത്തിന് നമ്മളോട് വേറൊരു കാര്യമാണ് പറയാനുള്ളത്. നിനക്ക് സുഖം പ്രാപിക്കാൻ, നിൻ്റെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ? ദൈവമേ, നീ എന്താണ് എൻ്റെ പ്രശ്നം കേൾക്കാത്തത്, നീ എന്താ എൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാത്തത്, നീ എന്താ എൻ്റെ കാര്യങ്ങൾ ഇടപെടാത്തത് എന്ന് നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം തിരിച്ചു ചോദിക്കുക, നിനക്ക് ഈ പ്രശ്നത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ? അങ്ങനെ ഒരു മനുഷ്യനെ നമ്മൾ കാണുന്നുണ്ട് ബേത്സയിദ കുളക്കടവിൽ. 38 വർഷമായിട്ട് രോഗിയായി കിടക്കുന്നൊരു മനുഷ്യനാണ്. അയാൾ അവിടെ അത്രയും ബുദ്ധിമുട്ടിലാണെന്ന് കണ്ട് ഈശോ അയാളുടെ അടുക്കലേക്ക് വരികയാണ്. അയാളുടെ അവസ്ഥ കണ്ട് മനസ്സിലാക്കുന്ന ദൈവം ചോദിക്കുകയാണ്, നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ട്? എന്തൊരു ചോദ്യമാണല്ലേ! ഈ മനുഷ്യൻ ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരുടെയും പ്രതിപുരുഷനാണ്, അല്ലെങ്കിൽ അവനെ ആദത്തിൻ്റെ പ്രതിപുരുഷൻ എന്നൊക്കെ വിളിക്കാം. പറുദീസയിൽ നിന്ന് പുറത്താക്കപ്പെട്ട, പാപത്താൽ പുറത്താക്കപ്പെട്ട, അല്ലെങ്കിൽ സ്വയം പറുദീസ വിട്ടിറങ്ങി വന്ന മനുഷ്യൻ, ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വേദനയും അനുഭവിക്കുന്ന മനുഷ്യൻ വീണ്ടും പറുദീസയിലേക്ക് തിരിച്ചു വരുവാൻ ദേവാലയത്തിൻ്റെ പുറത്ത്, ജെറുസലേം ദേവാലയത്തിൻ്റെ പുറത്ത് ബേത്സയിദ കുളക്കടവിൽ തൻ്റെ ഊഴം കാത്ത് കിടക്കുകയാണ്. തനക്ക് ദേവാലയത്തിൽ പ്രവേശിക്കാൻ യോഗ്യതയില്ല. കുഷ്ഠരോഗികളും തളർവാദക്കാരും കുരുടരും മുടന്തരും കിടക്കുന്ന സ്ഥലമാണ് ബേത്സയിദ കുളക്കടവ്.
അവിടുന്ന് എങ്ങനെയും രക്ഷപ്പെട്ട് ദേവാലയത്തിൽ പോകണം. അങ്ങനെ കാത്തു കിടക്കുന്ന മനുഷ്യനോട് ചോദിക്കുകയാണ്, നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? ആ മനുഷ്യൻ പറയാം, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ല. ഇനി വെള്ളമിളകുമ്പോൾ എനിക്ക് സ്വമേധയാ വെള്ളത്തിലിറങ്ങാനുള്ള കഴിവില്ല. ഞാൻ അനങ്ങിപ്പിടിച്ച് വരുമ്പോഴേക്കും വേറെ ആരെങ്കിലുമൊക്കെ ചാടിയിട്ടുണ്ടാവും. ഇത് 10, 40 വർഷം, 18, 30 വർഷമായിട്ട് ഇങ്ങനെ നടക്കുക. അതുകൊണ്ട് എനിക്ക് രക്ഷയില്ല. ഇവിടെ ഒരു കാര്യം സ്വർഗം വളരെ വ്യക്തമായി നമ്മളോട് പറയുകയാണ്, നമ്മളുടെ ആരുടെയും പ്രയത്നങ്ങൾ കൊണ്ടും ഈ ലോകത്തിലെ ഏതെങ്കിലും മനുഷ്യരുടെ സഹായം കൊണ്ടും നമ്മുടെ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം ഉണ്ടാവില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ നടന്നാൽ നടന്നേ ഉള്ളൂ. അടിസ്ഥാനപരമായി നമ്മുടെ എല്ലാം പ്രശ്നം പാപത്തിൻ്റെ ബന്ധനമാണ്. പാപത്താൽ മുറിവേൽപ്പിക്കപ്പെട്ട മനുഷ്യൻ അവന് സ്വമേധയാ രക്ഷപ്പെടാൻ പറ്റില്ല. നമ്മളൊക്കെ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാ. ആ പരിശ്രമം എന്ന് നിർത്തുന്നുവോ അന്നേ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. വിശുദ്ധ ഫൗസ്തീനയോട് കർത്താവ് പറയാണ്, ഒരാത്മാവ് തനിക്ക് വേണ്ടിയുള്ള പ്രവർത്തനം എപ്പോൾ നിർത്തുന്നുവോ അപ്പോൾ ഞാൻ ആ ആത്മാവിനെ ഏറ്റെടുക്കും. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മുടേതായ പ്രാർത്ഥനകൾ, നമ്മുടേതായ ആധ്യാത്മിക സുഹൃതങ്ങൾ, അത്യാവശ്യം നോയമ്പ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നമ്മളിങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഈ മനുഷ്യൻ. ബെത്സേദ കുളക്കടവിലെ മനുഷ്യരൊക്കെ അതാണ്. നമ്മുടേതായ കുറേ പ്രാർത്ഥന, ആധ്യാത്മിക കർമ്മങ്ങളും പ്രവൃത്തികളൊക്കെ വഴി നമ്മുടെ അവസ്ഥയിൽ നിന്ന് മോചിക്കപ്പെടാനുള്ള ഒരു പരിശ്രമം. അങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനോട് വളരെ വിചിത്രമായൊരു ചോദ്യമാണ് ദൈവം ചോദ്യം. ഞാൻ നിൻ്റെ അവസ്ഥയൊക്കെ അറിയുന്നുണ്ട്, പക്ഷെ നിനക്ക് യഥാർത്ഥത്തിൽ സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? എന്താണ് 38 വർഷമായിട്ട് ഈ കൊളക്കടവിൽ സൗഖ്യം പ്രാപിക്കാൻ കിടക്കുന്ന മനുഷ്യനോട് ദൈവം ചോദിക്കുന്നൊരു ചോദ്യം? നമുക്ക് തോന്നുന്നു അതൊരു സെൻസ്ലെസ് ക്വസ്റ്റ്യനാണ്. ഇറ്റ് ഈസ് വെരി ഒബിയസ് ദാറ്റ് ഐ നീഡ് ഹീലിംഗ്, ദാറ്റ് ഈസ് വൈ ഐ ആം ഹിയർ. അല്ലെ പിന്നെ ഇവിടെ കിടക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ പിന്നെ എന്തിനാണ് യേശു അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്? ആ ചോദ്യത്തിൻ്റെ അർത്ഥം ഇതാണ്. അവൻ അങ്ങനെ ആയി കിടക്കുന്നതിൻ്റെ കാരണത്തെക്കുറിച്ച് ഈശോ പിന്നീട് പറയുന്നുണ്ട്. 14-ാമത്തെ വചനം. കുറേ അവൻ സൗഖ്യം പ്രാപിച്ച് ദേവാലയത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു, കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. പാപത്താൽ വൃണിതനായ മനുഷ്യൻ നമ്മുടെ എല്ലാം ഒരവസ്ഥയാണ്. ഈ അവസ്ഥയിൽ കിടക്കുന്ന നമ്മുടെ ഒരു പ്രോബ്ലം ആദ്യ പാപത്തിൻ്റെ ഫലമായി നമ്മളിൽ സംഭവിച്ച ഒരു വലിയ ആഘാതമുണ്ട്. പാപത്തിൻ്റെ മുറിവെന്ന് പറയും. മനുഷ്യൻ്റെ ആത്മാവ്, മനസ്സ്, ഇച്ഛ, അവൻ്റെ ബുദ്ധി, ഈ 4 ശരീരം, 5 കാര്യങ്ങൾ, ഇതഞ്ചും ഒന്നായിരുന്നു ആദ്യ പാപത്തിന് മുൻപ്. അങ്ങനെ മനുഷ്യൻ ദൈവത്തിൻ്റെ പൂർണ്ണതയിൽ സൃഷ്ടിക്കപ്പെട്ടു. ഈ തളർവാദം എന്ന് പറയുന്നത് നമുക്കറിയാം. അവന് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ട്, അവൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അവന് കുറേ സ്വപ്നങ്ങളുണ്ട്,
അടുത്ത പ്രാവശ്യം ഞാനായിരിക്കും ഈ കുളത്തിൽ ചാടി രക്ഷപ്പെടുന്നുള്ള വലിയ പ്രത്യാശയുള്ള മനുഷ്യനാണ്. അവന് അത്യാവശ്യം ഇളകാനൊക്കെ പറ്റും, അതുകൊണ്ട് അവൻ ഇടയ്ക്കൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അവനേക്കാൾ ബെറ്ററായിട്ടുള്ള ആൾക്കാരുള്ളതുകൊണ്ട് അവന് രക്ഷപ്പെടാതെ പോവുകയാണ്. പക്ഷെ അവനും കുറേയൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അടിസ്ഥാനമായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ വെള്ളം ഇളകുന്ന സമയത്ത് അവൻ്റെ ബോഡിയും മനസ്സും അവൻ്റെ ഇച്ഛയും അവൻ്റെ ആത്മാവും ഒരുമിച്ച് പ്രവർത്തിക്കില്ല. വെള്ളം ഇളകി എന്നാരോ പറയുമ്പോഴേക്കും അവൻ്റെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടാണ്, ഇപ്രാവശ്യം ഞാനായിരിക്കും ചാടുക. അപ്പോൾ അവൻ്റെ ആത്മാവ് പറയാണ്, യെസ് ലോർഡ്, ഐ ആം ദ വൺ. പക്ഷെ അങ്ങനെയൊക്കെ മനസ്സും ആത്മാവൊക്കെ പിടിച്ചു വരുമ്പോഴത്തേക്കും ശരീരം പറയാ, വയ്യ, പറ്റുന്നില്ല, നിങ്ങൾ പറയണ പോലെ അങ്ങോട്ട് പറ്റണില്ല. ഇതാണ് ആ ഡിസോർഡർ എന്ന് പറയുന്നത്. ഈ ഡിസോർഡർ എന്ന് നമ്മളെല്ലാവരിലും ഉണ്ട്. നമ്മുടെ ആത്മാവ്, മനസ്സ്, ബുദ്ധി അല്ലെങ്കിൽ ഇച്ഛ, ശരീരം, ഇത് നാല് തരത്തിലായിരിക്കുന്നത്. പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇച്ഛിക്കാത്ത നന്മ ചെയ്തു പോകുന്നൊരു ശരീരം. എനിക്കറിയാം പാപമാണ്, ചെയ്യാൻ പാടില്ല, എൻ്റെ ശരീരത്തിൻ്റെ മേലെനിക്ക് കൺട്രോളില്ല. എൻ്റെ ആത്മാവിൽ ഈ നോമ്പ് കാലഘട്ടം അല്ലെങ്കിൽ ഈസ്റ്റർ വലിയ ഒരു ഉയർപ്പിലേക്ക് വരണമെന്ന് വലിയ പ്രിപ്പറേഷനിലാണ് നമ്മൾ പോണത്. പക്ഷെ ശരീരം സമ്മതിക്കുന്നില്ല. അടുത്തത് നമ്മുടെ മനസ്സ്. നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ്, അല്ലേ? ഇന്ന് നിങ്ങൾ കുർബാനയ്ക്ക് പോയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. ഈ പ്രാർത്ഥന ശരിയായ രീതിയിൽ ചെല്ലാൻ പറ്റുന്നവർ എത്ര പേരുണ്ട് ഇവിടെ? എല്ലാ ദിവസവും ചെല്ലുന്നവരാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടോ? ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ചെല്ലാനായിട്ട് എത്ര പേർക്ക് സാധിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ ആ പ്രാർത്ഥന ഈശോ നമ്മളോട് പഠിപ്പിച്ചൊരു പ്രാർത്ഥന, ആ പ്രാർത്ഥന ചെല്ലാൻ പോലും കപ്പാസിറ്റി ഇല്ലാത്തവരാണ് നമ്മൾ. എൻ്റെ ഒരു അങ്കിളുണ്ട്, പുള്ളി എന്നെ വിളിക്കുന്നതാണ് കള്ള കരിസ്മാറ്റിക് എന്നാണ് വിളിക്കും. അപ്പോൾ ഞാൻ ഈ പ്രാർത്ഥനക്കാരനായതുകൊണ്ട് പ്രാർത്ഥനക്കാരൻ വരുന്നുണ്ടെന്ന് പറയും. അപ്പം അങ്ങനെ ഒരു ദിവസം ഞങ്ങളിങ്ങനെ കുടുംബ കൂട്ടത്തിലൊക്കെ ഒരു പ്രാർത്ഥന നടത്തുകയാണ്. പ്രാർത്ഥനയ്ക്ക് ഞാനിങ്ങനെ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചെല്ലുമ്പോൾ പുള്ളിക്കാരൻ തൊട്ടടുത്തുണ്ട്. അപ്പോൾ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുക, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അതുവരെ എല്ലാവരും ഉച്ചത്തിൽ ചെല്ലുന്നുണ്ട്. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ എന്ന ആ പ്രാർത്ഥന എത്തിയപ്പം പുള്ളിക്കാരൻ മിണ്ടുന്നില്ല. അന്നു വേണ്ടി ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ, അത് ചെല്ലുമ്പോഴും പുള്ളിക്കാരൻ മിണ്ടുന്നില്ല. മറ്റുള്ളവരുടെ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, അതും പുള്ളി ചെല്ലുന്നില്ല. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്ക് അങ്ങയുടേതാണ്. അത് പറഞ്ഞപ്പോൾ വലിയ വായിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചത്, എന്താ മര്യാദയ്ക്ക് പ്രാർത്ഥിക്കാൻ പോലും അറിയാൻ പാടില്ലല്ലോ. അപ്പോൾ പുള്ളി പറയാം, എടാ കള്ള കരിസ്മാറ്റിക്കേ, ഞാൻ ആ പ്രാർത്ഥന അറിഞ്ഞുകൊണ്ട് ചെല്ലാത്ത അതെന്താണ്? നിനക്കതിൻ്റെ അർത്ഥം അറിയുമോ? ഞാൻ പറയാം, എനിക്ക് അർത്ഥം അറിയാം. എന്താ ഇപ്പം അർത്ഥം അറിയാനുള്ള എന്താ? നീ ഒന്ന് പറഞ്ഞ മൂന്നാമത്തെ വരിയെന്ന് ചെല്ലിക്ക്, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എല്ലാം അങ്ങയുടെ ഇഷ്ടപ്രകാരം നിറവേറട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? ധൈര്യമുണ്ട്. നിനക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു. എനിക്കതിനുള്ള ധൈര്യമില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കണം. ക്ലിയർ? അപ്പം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറേ സ്വപ്നങ്ങളും പദ്ധതികളും നിറവേറ്റി വെച്ചിട്ടുണ്ട്.
അത് നിറവേറപ്പെടാൻ വേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവസന്നിധിയിൽ വരികയാണ്. യഥാർത്ഥത്തിൽ നമ്മളങ്ങനെ ഒരു പദ്ധതി ഇടേണ്ട കാര്യമില്ല. കാരണം എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ച് അതിമനോഹരമായൊരു പദ്ധതിയുണ്ട്. ഞാൻ സ്വപ്നം കാണുന്നതിനേക്കാളൊക്കെ മനോഹരമായ പദ്ധതി. ആ പദ്ധതിയാണ് എന്നിൽ നിറവേറേണ്ടത്. അതാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. വിശ്വാസമുള്ള ഒരാൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, എൻ്റെ പിതാവേ, നീ എത്ര മഹോന്നതൻ, നീ എത്ര കാരുണ്യവാൻ, നീ എത്ര നല്ലവനൊക്കെ പ്രാർത്ഥിച്ചിട്ട് പറയാണ്, നിൻ്റെ രാജ്യം വരണം, നിൻ്റെ ഭരണം ഇവിടെ നടക്കണം എന്ന്. ഞാൻ പലവിധ ശക്തികളാൽ ഭരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്, പല ദുരിതങ്ങൾ അനുഭവപ്പെട്ടത്. പക്ഷേ നിൻ്റെ ഭരണം എൻ്റെ ജീവിതത്തിൽ നടക്കണം. പിന്നെ നിൻ്റെ ഇഷ്ടം, സ്വർഗത്തിൽ നിൻ്റെ ഇഷ്ടമാണ് നിറവേറുന്നത്. നമ്മളെല്ലാവരും നിൻ്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുകയാണ്. അതുപോലെ എൻ്റെ ജീവിതത്തിലും നിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാൻ എന്നെ സഹായിക്കണം. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, എനിക്ക് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് എൻ്റെതായ കുറേ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളുണ്ട്, അത് നിറവേറണം. അല്ലാതെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറേ ശരിയാവില്ല. അപ്പോൾ ആദ്യം ടിങ്ങുന്നൊരു മണിയടിച്ചു. രണ്ടാമത്തെ മണി, അന്നു വേണ്ടി ആഹാരം. എനിക്ക് അന്നത്തെ ആഹാരം പോരാ. എനിക്കൊരു 2 തലമുറയ്ക്കുള്ള ഉണ്ടാലേ ഉറങ്ങാൻ തന്നെ പറ്റുള്ളൂ. നിനക്കെങ്ങനെയാണ്? എനിക്ക് കുഴപ്പമില്ല. നീ പിന്നെ ഭയങ്കര പ്രാർത്ഥനക്കാരനാണല്ലേ. അപ്പോഴാണ് നോക്കുന്നത്, നമ്മളെന്തിനു വേണ്ടി ഈ വ്യാകുലപ്പെട്ട് നടക്കുന്നത്? നമുക്ക് എല്ലാവർക്കും ആവശ്യത്തിലധികം ഇന്നത്തേക്ക് വേണ്ടതെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ മരിക്കുകയാണ് അല്ലേ? എന്തോരം അധ്വാനം. നോർമലി ഒരു 8 മണിക്കൂറേ ഒരാൾ ഒരു ദിവസം അധ്വാനിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. ഒരു 8 മണിക്കൂർ റെസ്റ്റ് എടുക്കണം. ഒരു 8 മണിക്കൂർ നീ നിത്യജീവിതത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളെ ശ്രദ്ധിക്കണം. ദൈവിക കാര്യങ്ങൾ നീ വ്യാപൃതനാവും. ഇന്ന് 16-20 മണിക്കൂറൊക്കെയാണ് പണിയെടുത്തുകൊണ്ടിരിക്കുക. എന്തിനാണ്? ഇങ്ങനെ സമ്പാദിക്കാൻ, കൂട്ടാൻ വേണ്ടിയിട്ടാണ്. എന്താണ്? ഒരു പരിധി കഴിഞ്ഞ് നമുക്കൊന്നും ഇനി ആവശ്യമൊന്നുമില്ല. ഞാൻ 10 വർഷം മുമ്പ് ജോലി ചെയ്യുന്ന, ബിസിനസ് ചെയ്യുന്ന പരിപാടി നിർത്തി. എന്തിനാ നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കും എൻ്റെ മക്കൾക്കുള്ള കാര്യങ്ങൾ കാരണവന്മാരായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. then I don't need to work anymore for my livelihood. അങ്ങനെയാണ് ഫുൾ ടൈം സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നത്. ഇനി അന്നത്തെ ആഹാരം കിട്ടിയാൽ മതി. ദാറ്റ് ഈസ് ഓൾ. അത് കഴിഞ്ഞ 10 വർഷമായി തമ്പുരാൻ നൽകുന്നുണ്ട്. അതുകൊണ്ട് 24 മണിക്കൂറും ദൈവരാജ്യത്തിന് വേണ്ടി മാറ്റിവെക്കാനുള്ള ഫ്രീഡം കിട്ടി. ആ ഫ്രീഡം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതാണ്. പക്ഷെ പേടിയാണ്. എന്താ കാര്യം? എങ്ങനെ ജീവിക്കും അല്ലേ? അപ്പോൾ പിന്നെ നിങ്ങൾ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പാടില്ല. എന്താ പറഞ്ഞത്? ഞാൻ പ്രാർത്ഥിക്കുന്നത് ഒരു കാര്യം, ഞാൻ ആഗ്രഹിക്കുന്നത് വേറൊരു കാര്യം. ഇതിൻ്റെ പേരാണ് തളർവാദം. മനസ്സിലായോ? ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക, അന്നു വേണ്ടി ആഹാരം മതിയെന്ന്. പക്ഷെ എൻ്റെ ആഗ്രഹം, ശരിക്കുള്ള ആഗ്രഹം എന്താ? എനിക്ക് 2-3 തലമുറയ്ക്കുള്ള സാധനം വേണമെന്നാണ് ഞാൻ ആഗ്രഹം. പക്ഷെ ഞാൻ പറയുന്നത് എന്താണ്? അന്നത്തെ മതിയെന്ന്. ഇതാണ് ആ ഡിസോർഡർ, ദ പവർ ഓഫ് ദ സിൻ. അടുത്ത പ്രാർത്ഥന അതിനേക്കാൾ ഭയങ്കരമാണ്. എൻ്റെ അങ്കിൾ പറയാം, ഞാനത് പ്രാർത്ഥിക്കാറേ ഇല്ല. എന്താണ്? മറ്റുള്ളവരുടെ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. എനിക്കൊരിക്കലും മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. അതുകൊണ്ട് പക്ഷെ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടണം. ഞാൻ ഇത്ര സ്വാർത്ഥനാണ്. അത് കൊള്ളാല്ല. അപ്പം നമ്മളും പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന അർത്ഥം എന്താ? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ചാൽ മതി. അപ്പോൾ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചില്ലെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണ്ട എന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അത്രയും ധൈര്യമുണ്ടോ?
ഇവിടുന്ന് പള്ളി കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങൂല നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ. അത്രമാത്രം പാപം നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളൊക്കെ ഇങ്ങനെ പൊട്ടന്മാരായതുകൊണ്ട് ദൈവം തമ്പുരാൻ മന്ദബുദ്ധികളായതുകൊണ്ട് ഇങ്ങനെ സംരക്ഷിച്ചു പോകുന്നു മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. പണ്ടേ അടിച്ചു പോകേണ്ടവരാ നമ്മളൊക്കെ. കാരണം നമ്മുടെ പാപത്തിൻ്റെ ഫലം വന്നു കഴിഞ്ഞാൽ അടിച്ചു പോകേണ്ടവരാ. കായൻ്റെ ബൈബിളിൽ കുറേ പാപം ചെയ്ത മനുഷ്യരുടെ കഥയൊക്കെ പറയുന്നുണ്ട്. കായൻ പാപം ചെയ്തു, ഉടനെ ദൈവം തമ്പുരാൻ പറയും, അതാ നിനക്കുള്ള ശിക്ഷ ഇതാ വരാം. ആദവും ഹവ്വയും പാപം ചെയ്തു, അവരെ ശിക്ഷ ഉടനെ കിട്ടി. കായൻ പാപം ചെയ്തു, അവന് ശിക്ഷ ഒരുക്കുകയാണ്. അവനുടനെ കാലെ പിടിച്ച് കരയുകയാണ്, ദൈവമേ ഇതെൻ്റെ പേരിൽ വരുത്തരുത്, എന്നോട് കരുണയുണ്ടാകും. അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായത്തിൽ സഫീറ അനനിയാസ് രണ്ടുപേരുണ്ട്. അവരവരെ പറമ്പ് വിറ്റിട്ട് ഒരംശം മാറ്റി വെച്ച് പത്രോസിനടുത്ത് ബാക്കി കൊണ്ടേ കൊടുത്തു. പത്രോസ് വെച്ച് മുഴുവനുണ്ടോയെന്ന് ചോദിച്ചു. എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം തന്നെ ചത്തുപോയി. അപ്പം ഇങ്ങനെ പാപത്തിൻ്റെ ഫലം വന്നാൽ തീർന്നു പോവും. എന്നിട്ട് ഞാൻ പറയാ എനിക്ക് ക്ഷമിക്കാൻ സൗകര്യമില്ല, എൻ്റെ പാപം ക്ഷമിക്കണം. പക്ഷെ ഈശോ പഠിപ്പിച്ചിട്ടുണ്ട്, നീ മറ്റുള്ളവരോട് ക്ഷമിക്കാതെ നിൻ്റെ പാപം ക്ഷമിക്കപ്പെടില്ല. അതെനിക്കൊരു വിഷയമല്ല. എൻ്റെ പാപം ക്ഷമിക്കുകയോ ക്ഷമിക്കപ്പെടുകയില്ലയോ ഉള്ളതൊന്നും എനിക്കൊരു വിഷയമല്ല. പക്ഷെ ഞാൻ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ തയ്യാറല്ല. എന്താ അല്ല. എന്നിട്ട് നമ്മളിങ്ങനെ നോയമ്പ് ഉപവാസവും നൊവേനയും പ്രാർത്ഥനയും ജാഗരണവും എന്താണ്? നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കാം. എന്തിൻ്റെ ആവശ്യം? ഒരു സിമ്പിൾ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ജീവിതത്തിൽ. നിൻ്റെ ഹിതമാണെങ്കിൽ അതൊക്കെ നിറവേറ്റി തരണം, നിൻ്റെ ഹിതമാണെങ്കിൽ ഇതെല്ലാം മാറ്റിത്തരണം, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ നിലനിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ഹിതമെങ്കിൽ ഐ ആം റെഡി ടു ടേക്ക് ഇറ്റ്. പിന്നെ നമുക്ക് വേറെ വലിയ നോമ്പിൻ്റെ നോവേൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഈ കാര്യം നടക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്രയും സിമ്പിളാണ് ക്രൈസ്തവ ജീവിതം. പക്ഷെ നമ്മൾ നമ്മുടെ താല്പര്യങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ദേഷ്യവും വെറുപ്പും എല്ലാം പിടിച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ കാര്യം നടത്തിയെടുക്കാൻ വേണ്ടി കിടന്ന് മൊക്കറയിടുകയാണ്. അങ്ങനെ ഇടേണ്ട കാര്യമില്ല. ഹീ നോസ് എവറിത്തിങ് ആൻഡ് ഹീ വിൽസ് ദ വെരി ബെസ്റ്റ് ഫോർ യു. പക്ഷെ അവന് വിശ്വാസമില്ല, അടിസ്ഥാനപരമായ വിശ്വാസമില്ല. അടിസ്ഥാനപരം എൻ്റെ മനസ്സും ആത്മാവും എൻ്റെ ഇച്ഛയൊക്കെ വേറെ സ്ഥലത്താണ് കിടക്കുന്നത്. ഞാൻ ഇച്ഛിക്കുന്നതല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നതല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ആഗ്രഹം എനിക്ക് കുറേ സമ്പത്ത് വീട്ടിലുണ്ടായിരിക്കണം എന്നുള്ളതാണ്. എന്നാൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് അന്നന്നത്തെ മതി എന്നുള്ളതാണ്. അപ്പം എൻ്റെ മനസ്സ് പറയാണ് 2 തലമുറ ഇല്ലെങ്കിലും കുറച്ച് നാളത്തേക്കെങ്കിലും തന്നാൽ കുഴപ്പമില്ല. അപ്പം എൻ്റെ ഇച്ഛ വലിയ സമ്പന്നനാകണം എന്നുള്ളതാണ് എൻ്റെ ഇച്ഛ. എൻ്റെ മനസ്സ് പറയാം അത്രയും കിട്ടിയില്ലേലും കുറേയെങ്കിലും തന്നാൽ വളരെ സന്തോഷമാണ്. എന്നിട്ട് എൻ്റെ വാക്കിൽ ഞാൻ പറയാണ് ഇന്നത്തെ മതിയെന്ന്. എൻ്റെ പേരാണ് ഡിസോർഡർ, തളർവാദം. ഈ അവസ്ഥയിൽ നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഇതിൻ്റെ അകത്ത് ഇതിലേതാണ് നിങ്ങൾക്ക് ഉത്തരം തരേണ്ടതെന്നുള്ളതാണ് ചോദ്യം. ഈ 3 കാര്യത്തിൽ ഏതിലാണ് ദൈവം ഉത്തരം തരേണ്ടത്? നിങ്ങളുടെ ഇച്ഛ അനുസരിച്ച് തരണോ, അതോ നിങ്ങളുടെ മനസ്സ് പറയുന്നതനുസരിച്ച് തരണോ, അതോ നിങ്ങൾ വാക്കിൽ പറയുന്നതനുസരിച്ച് തരണോ? അങ്ങനെ 3 കൺഫ്യൂഷനുള്ളപ്പോൾ ദൈവം തമ്പുരാൻ പറയാം ഏതെങ്കിലും തീരുമാനമായിട്ട് പറ, അപ്പം ഞാൻ ഇടപെടാമെന്ന് പറയും. അപ്പം ഇതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പം ഈ പാപ അവസ്ഥ നമ്മൾ കിടക്കുക. എന്നിട്ട് നമ്മൾ പറയാം എന്താണ് ദൈവമേ നീ എന്താ കേൾക്കാത്തത്, നീ എന്താണ് ഇത് മനസ്സിലാക്കാത്തത്? അപ്പോൾ കർത്താവ് ചോദിക്കുക എനിക്ക് നിൻ്റെ അവസ്ഥ അറിയാം, നിനക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ? എന്താ എൻ്റെ ആഗ്രഹം? നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? എന്നെന്ത് ചെയ്യണം? എന്നെ നിൻ്റെ രക്ഷകനും കർത്താവും ദൈവവുമായി സ്വീകരിക്കണം. അത്രേ ഉള്ളൂ. നിൻ്റെ ഏത് ദുഃഖവും, നിൻ്റെ ഏത് തകർച്ചയും, നിൻ്റെ ഏത് ബാധ്യതയും, നിൻ്റെ ഏതെല്ലാം രോഗങ്ങളും, ഈ നാളെ മരിക്കുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പോലും ഞാൻ നിന്നെ ഉയർപ്പിക്കും. ബിക്കോസ് മൈ ലവ് ഈസ് സോ പവർഫുൾ. നിൻ്റെ സകല കുറവുകളും വൈകല്യങ്ങളും നികത്തി നിന്നെ വീണ്ടെടുക്കാൻ കഴിവുള്ളതാണ് എനിക്ക് നിന്നോടുള്ള സ്നേഹം. നിന്നെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്വർഗം വിട്ട് ഞാൻ ഭൂമിയിലേക്ക് വന്നത്.
പക്ഷെ ഇന്നും നീ നിൻ്റെ ഹൃദയം എനിക്ക് സമർപ്പിച്ചിട്ടില്ല. നമ്മളൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും നിറവേറപ്പെടാൻ വേണ്ടി ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അധ്വാനിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിനൊന്നും ചെയ്യാൻ സാധ്യമല്ല. അങ്ങനെ അധ്വാനിക്കുന്നു, കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല, കുറേ കാര്യമൊക്കെ നടക്കും. നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ. പക്ഷെ ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല, സന്തോഷം ഉണ്ടാവില്ല. നമ്മുടെ ജീവിതത്തിൽ ചില വലിയ പ്രതിസന്ധികൾ, പ്രശ്നങ്ങളിൽ വീണാൽ ചിലപ്പം ഊരിപ്പോരത്തുമില്ല. ആ പ്രശ്നങ്ങൾ ചിലപ്പോൾ നമ്മളെ കൊണ്ട് പോവും. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ, കെട്ടിക്കിടക്കുന്ന പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ നിൽക്കും, അവിടെ മാറ്റം ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ കുഴപ്പം. കാരണം നമുക്ക് നമ്മുടെ എല്ലാ പ്രശ്നം പരിഹരിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഇന്നത്തെ ഒരു ലോകം നമ്മുടെ മുമ്പിൽ ഒരു പുതിയ വഴി കാണിച്ചു തന്നിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ, അല്ല, തെളിക്കുന്ന വഴിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ പോകുന്ന വഴിക്ക് പോവാം. കുറേ രോഗമുണ്ട്, കുറേ കടമുണ്ട്, കുറേ സങ്കടമുണ്ട്, കുടുംബത്തിൽ കുറേ പ്രശ്നമൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങനെ നിൽക്കും. നമ്മളെ വഴിക്ക് പോവാം, അല്ലേ? അതാണ് ഇന്നത്തെ ലോകം കാണിക്കുന്നത്. അങ്ങനെ പോയിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ പ്രശ്നങ്ങളും ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുക. ആ പ്രശ്നം ഉണ്ടാവുന്നേ, ഇനി ജീവിച്ചിട്ട് എന്താ കാര്യം? കുറച്ച് കാലത്തുള്ള ഉള്ള കാലം എങ്ങനെയൊക്കെ നടക്കുക. അങ്ങനെ ജീവിതത്തിൽ യാതൊരു പ്രത്യാശയില്ലാതെ നടക്കുന്നൊരു ലോകമുണ്ട്. ആ ലോകത്തിലേക്ക് നമ്മൾ ഇറങ്ങണമോ എന്നുള്ളത് വളരെ ഭയാനകമാണ്. കാരണം അവിടെ സത്യമില്ല, നീതിയില്ല, കരുണയില്ല. എല്ലാവരും അവനവൻ്റെ കാര്യം നടക്കാൻ വേണ്ടി അപരനെ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്നൊരു കാലം. അങ്ങനത്തെ ഒരു ലോകം. എല്ലാവരും അവനവന് വേണ്ടി ജീവിക്കുക, സ്വന്തം കാര്യം. അപ്പനാരാണ്, അമ്മ എന്ത് വിചാരിക്കും, സഹോദരങ്ങൾ എന്ത് വിചാരിക്കും, ഇതൊന്നും ഒരു പ്രശ്നം. ഭാര്യ എന്ത് വിചാരിക്കും, ഭർത്താവ് എന്ത് വിചാരിക്കും. നോബഡി ഈസ് ബോദർ അബൌട്ട് എനിബഡി. എൻ്റെ കാര്യം നടക്കുക. അപ്പോൾ കുറച്ച് കാര്യം നടക്കും, പക്ഷേ അവസാനം ഭയാനകമായിരിക്കും. അപ്പം അങ്ങനെ ഒരു ലോകമാണ് നമ്മുടെ ചുറ്റും കിടക്കുന്നത്. ആ ലോകത്തിലേക്ക് കാല് വെക്കുന്നത് ഭയങ്കര ഡിസാസ്റ്ററാണ്. പിന്നെന്താണുള്ള വഴി? യേശു പറയാണ്, സറണ്ടർ യുവർ ലൈഫ് ടു മീ. നിൻ്റെ ജീവിതം എനിക്ക് സമർപ്പിക്കാൻ തയ്യാറുണ്ടോ? നിൻ്റെ പ്രശ്നം ഞാൻ പരിഹരിച്ചു തരാം. അല്ലാതെ നീ ദൈവത്തോട് ചോദിക്കരുത് എന്താ ഇങ്ങനെയെന്ന്. ദൈവം ചോദിക്കുക, നിനക്ക് സുഖപ്പെടാൻ ആഗ്രഹമുണ്ടോ? ആക്ച്വലി നമുക്കാർക്കും നമ്മുടെ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരാൻ താല്പര്യമില്ല, അത്രേ ഉള്ളൂ. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമുക്ക് നമ്മുടേതായ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും സന്തോഷങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമുണ്ട്. ഇതൊന്നും പരിത്യജിക്കുവാനും നഷ്ടപ്പെടുത്തുവാനും നമ്മൾ തയ്യാറല്ല. അതെങ്ങനെ നേടിയെടുക്കാൻ വേണ്ടിയാണ് നമ്മളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ സ്വർഗം നമ്മളോട് ചോദിക്കുക, ആ ഓട്ടത്തിൽ നിനക്ക് വല്ലതും നേടിയോ? ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ദൈവം ചോദിക്കുന്ന ചോദ്യമാണ്, നിന്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ജീവിക്കാൻ ഓടിയ നീ എന്ത് നേടി? ഒന്നും നേടുന്നില്ല. സാത്താൻ പറയും 2025 നിൻ്റെ ഭാഗ്യവർഷം. 2025 പറയും 26 നിൻ്റെ ഭാഗ്യവർഷം. വെറുതെ ഇങ്ങനെ കുറേ മിഥ്യാധാരണ തന്ന് ഒരു ലോകത്തിലെ മനുഷ്യരെ മുഴുവൻ ഇങ്ങനെ വഞ്ചിച്ചു കൊണ്ടൊരുത്തം നടക്കുകയാണ്. എന്നിട്ട് വലിയ ദുരിതത്തിലും മനുഷ്യർ കിടക്കുക. ഇവിടെയാണ് സ്വർഗം നമ്മളോട് പറയുന്നത്, ഉണരുക, ഉറങ്ങുന്നവനെ ഉണരുക. ഇനിയും ഈ മയക്കത്തിൽ കിടക്കരുത്. വലിയ ദുരിതത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഉണർന്നവരെ ഉണരുക, കർത്താവിൻ്റെ പ്രകാശം നിൻ്റെ മേൽ ഉദിക്കുന്നു. വെളിച്ചം യേശു നിൻ്റെ മേൽ വരികയാണ്.
നിൻ്റെ ജീവിതത്തെ വീണ്ടെടുക്കാൻ തയ്യാറാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഈ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേൽ വരണം. ഈ കരുണയാൽ യേശുവിനെ ഉയർപ്പിച്ച സകല ദുരിതങ്ങളിൽ നിന്നും ഒരു മനുഷ്യൻ ലോകത്ത് അനുഭവിക്കാവുന്ന എല്ലാ ദുരിതങ്ങളും അനുഭവിച്ച് കിടക്കുന്നതാണ് യേശു. അങ്ങനെയാണ് അവൻ കുരിശിൽ കല്ലറയിൽ മരിക്കുന്നത്. അതിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് ദൈവപിതാവ് പറയാണ്, ഐ ലവ് യു മൈ ചൈൽഡ്, യു ആർ സോ പ്രഷ്യസ് ടു മീ. നീ എനിക്ക് പ്രിയങ്കരനും ബഹുമാന്യനും അമൂല്യനുമാണ്. നിനക്കെതിരായി നിന്നെ വീണ്ടെടുക്കാനായി ലോകത്തിലെ എന്തും നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറാണ്. കാരണം നീ അത്രയ്ക്ക് വിലപ്പെട്ടവനാണ്. നിന്നെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല, നിന്നെ ഒരിക്കലും ഞാൻ പരിത്യജിക്കത്തില്ല. നിൻ്റെ ഇടതുവശത്ത് 1000 മരിച്ച് നശിച്ചു പോയേക്കാം, വലതുവശത്ത് 10,000 മരിച്ച് നശിച്ചു പോയേക്കാം. പക്ഷെ നിൻ്റെ ശരീരം ജീർണിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. ആ അപ്പൻ്റെ സ്നേഹം ഇന്നും അതേപോലെയുണ്ട്. ആ സ്നേഹത്തിന് പരിഹരിക്കാൻ പറ്റാത്തൊരു പ്രശ്നവും ഇന്ന് ലോകത്തിലില്ല. പക്ഷെ എന്തുകൊണ്ട് എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല? 2 കാര്യം. ഒന്ന്, എൻ്റെ ജീവിതം ക്രിസ്തുവിന് സമർപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. 2, ഈ ക്രിസ്തു എവിടെ വസിക്കുന്നത്? ക്രിസ്തു ഒരു കൂട്ടായ്മയിലാണ് വസിക്കുന്നത്. ആ കൂട്ടായ്മയുടെ ഭാഗമാകാൻ എനിക്ക് താല്പര്യമില്ല. എന്താണ്? ആ കൂട്ടായ്മയുടെ ഭാഗമാകുമ്പോൾ ഒന്ന്, എൻ്റെ താല്പര്യങ്ങളും എൻ്റെ ഇഷ്ടം അനുസരിച്ച് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എൻ്റെ സമ്പത്ത്, എൻ്റെ കഴിവ്, എനിക്ക് ദൈവം തന്ന കൃപാവരങ്ങൾ എനിക്ക് മാത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഐ ഹാവ് ടു ഷെയർ ഇറ്റ് വിത്ത് പീപ്പിൾ ഇൻ നീഡ്, വിച്ച് ഐ ഡോണ്ട് ലൈക്ക് ടു ഡു. 2, എൻ്റെ കൂട്ടായ്മയിൽ നടക്കുന്നവരെല്ലാവരും അത്ര വിവരവും ബുദ്ധിയുള്ളവരൊന്നല്ല. അവർ ചിലപ്പോൾ എനിക്കിട്ട് ചില പാരപണിയും, എനിക്കിട്ട് ചില പ്രവൃത്തികൾ ചെയ്യും. അവരെന്നെ തോണ്ടും, മാന്തും, പിച്ചും, നുള്ളും. അതൊന്നും എടുക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എനിക്ക് മുറിവേൽപ്പിക്കപ്പെടാൻ ആഗ്രഹമില്ല. ഈ 2 കാരണങ്ങളാലാണ് ഈ കരുണ നമുക്ക് അനുഭവിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് ഇനി മേലാൽ ദൈവത്തോട് ചോദിക്കരുത്, എന്താണ് എൻ്റെ പ്രശ്നമൊന്നും പരിഹരിക്കപ്പെടാത്തത്. ഞാനായിരിക്കുന്നൊരു കൂട്ടായ്മ, 1 എൻ്റെ കുടുംബം, 2 എൻ്റെ പ്രാർത്ഥനാ കൂട്ടായ്മ, 3 എൻ്റെ ജോലി, തൊഴിൽ മേഖലകൾ. നമുക്കൊക്കെ പല സ്ഥലങ്ങളുണ്ട്. ഇവിടെയെല്ലാം നമ്മൾ സ്നേഹമായി മാറണം. എൻ്റെ തൊഴിലാളികൾ എൻ്റെ സഹോദരന്മാരാണ്, എൻ്റെ അപ്പൻ്റെ മക്കളാണ്. എൻ്റെ പ്രവർത്തകർ അവരും എൻ്റെ സഹോദരങ്ങളാണ്. എൻ്റെ മുതലാളി എൻ്റെ യജമാനൻ, എൻ്റെ ദൈവമാണ്. അപ്പോൾ ഇവർക്കെല്ലാം വേണ്ടി ഞാൻ അധ്വാനിക്കുമ്പോൾ എനിക്ക് വേണ്ടി അധ്വാനിക്കാൻ പറ്റില്ല. ഇവരുടെ എല്ലാം ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അധ്വാനിക്കുന്നത്. അങ്ങനെ ഇവരുടെ എല്ലാം ഉന്നമനത്തിന് വേണ്ടി അധ്വാനിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. എനിക്കെന്ത് കിട്ടും? അത് നിനക്ക് ഇത്ര ഉള്ളത്. അപ്പോൾ ഇവിടെ പണിതുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ അടുത്ത കൂടുതൽ കിട്ടുന്ന സാധനം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്ക് അല്ലാണ്ട് ഇവരെ ഒന്നും ഉദ്ധരിക്കലും ഇവരെ കാര്യങ്ങൾ നന്നാക്കി എടുക്കലൊന്നുമല്ല എൻ്റെ ഉദ്ദേശം. എനിക്ക് എൻ്റെ കാര്യം എന്ത് കിട്ടും? എനിക്ക് കുറച്ച് കഴിവുണ്ട്, ദൈവം നൽകിയ കുറേ കൃപയുണ്ട്, അത് നിനക്ക് ഞാൻ പങ്കുവെച്ച് തരാം. പക്ഷേ എനിക്ക് കുറച്ച് പൈസ വേണം. അപ്പോൾ കുറച്ച് കിട്ടുമ്പോൾ എനിക്ക് മതിയാവുന്നില്ല. ഉടനെ ഞാൻ കുറച്ച് അസ്വസ്ഥതയൊക്കെ പ്രകടിപ്പിച്ചു. പിന്നെ ഞാൻ അടുത്ത പണിക്ക് പോവാണ്. അപ്പം നമ്മളിങ്ങനെ, അതാണ് നമുക്ക് ഈ കൂട്ടായ്മയിൽ പ്രവർത്തിക്കാൻ താല്പര്യമില്ല. കാരണം എനിക്ക് എൻ്റെതായ രീതികളും എൻ്റെതായ സുഖങ്ങളും സന്തോഷങ്ങളും അനുസരിച്ച് ജീവിക്കണം. അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവന് ദൈവത്തിൻ്റെ കരുണയാകുന്ന സ്നേഹം സ്വന്തമാക്കാൻ പറ്റില്ല. കാരണം ആ സ്നേഹം സ്വയം ദാനമായി നൽകുന്ന സ്നേഹമാണ്. നിന്റെ വേദനകളും ദുഃഖങ്ങളും പാപങ്ങളും ശാപങ്ങളും രോഗങ്ങളും നഷ്ടങ്ങളും ദാരിദ്ര്യവും അപമാനങ്ങളും നിന്ദനവും മരണവും നിന്നോടുള്ള സ്നേഹത്തെ പ്രതി അവൻ ഏറ്റെടുത്തു. ഇതാണ് ആ സ്നേഹം.
ആ സ്നേഹം സെൽഫ് ഡൊണേറ്റിംഗ്, സെൽഫ് ഗിവിങ് ലവ് ആണ്. നിൻ്റെ ഉന്നമനമാണ് ആ സ്നേഹത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. കാരണം സ്നേഹം നമുക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ സ്നേഹിക്കുന്നത്, അപരന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്നേഹം. ദൈവം സ്നേഹമാകുന്നു എന്ന് വചനം പറയും. ദൈവം സ്നേഹമായിരിക്കുന്നത് ദൈവത്തിന് വേണ്ടിയിട്ടല്ല, ദൈവം സ്നേഹമായിരിക്കുന്നത് നിനക്ക് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. പോരാ, ഹല്ലേലൂയ. അങ്ങനെ ആ സ്നേഹമാകാൻ എനിക്ക് താല്പര്യമില്ല. അതാണ് 38 വർഷമായിട്ട് ഈ മനുഷ്യൻ കിടന്ന് കഷ്ടപ്പെടും. എന്നിട്ട് പറയാം, എന്താണ് എന്നെ സുഖപ്പെടുത്തുന്നത്? ഐ ആം റെഡി, ഐ ആം റെഡി. ഞാൻ എന്നേ തയ്യാറാണ്. അതേ ചോദ്യം ഒരു കുഷ്ഠരോഗി ചോദിക്കുന്നുണ്ട്, എന്നെ സുഖപ്പെടുത്താൻ അങ്ങേക്ക് മനസ്സുണ്ടോ? ഓ, വാട്ട് എ ക്വസ്റ്റ്യൻ മൈ സൺ. ദാറ്റ് ഇസ് ദ റീസൺ വൈ ഐ ആം ഹിയർ ഇൻ ദിസ് വേൾഡ്. പക്ഷേ എൻ്റെ സ്നേഹത്തിലേക്ക് ഈ കൂട്ടായ്മയിലേക്ക് താല്പര്യമുണ്ടോ? അവരെല്ലാവരും വന്നു. അതുകൊണ്ടാണ് അവരുടെ എല്ലാ രോഗങ്ങളും കർത്താവ് സുഖപ്പെടുത്തണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ 2 ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കൊടുക്കണം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൈന്ദവനോ മുസ്ലിമിനെ പോലെയല്ല നമ്മൾ നോയമ്പ് നോക്കുന്നത്. നമ്മുടെ നോമ്പിൻ്റെയൊക്കെ അടിസ്ഥാനം അല്ലെങ്കിൽ ഉദ്ദേശം ഈ ലോകത്ത് കുറച്ച് കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതല്ല. നമ്മുടെ നോമ്പിൻ്റെ ഉദ്ദേശം ദൈവത്തെ പോലെ ആവുക എന്നുള്ളതാണ്. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 13-ാമത്തെ വചനം എങ്ങനെ പറയാണ്? നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്, നിങ്ങളുടെ ദൈവമായ കർത്താവിലേക്ക് മടങ്ങുവിൻ. എന്തെന്നാൽ അവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്, ശിക്ഷ പിൻവലിക്കാൻ സദാ സന്നദ്ധനുമാണ്. 5 സ്വഭാവമാണ് നിൻ്റെ ദൈവത്തിനുള്ളത്. പുറപ്പാട് 34:6 പറയുന്നു, മോശയ്ക്ക് ആദ്യമായിട്ട് ദൈവം തന്നെ വെളിപ്പെടുത്താണ്, ഞാൻ കർത്താവ്, നിൻ്റെ കർത്താവായ ഞാൻ, കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ. ഇതാണ് ദൈവം, ഇതാണ് ദൈവത്തിൻ്റെ സ്വഭാവം. ഈ സ്വഭാവത്തിലേക്ക് നമ്മൾ വളരണം. ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ വിളി, അല്ലെങ്കിൽ ഇതിനാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം. എങ്ങനെ സ്വഭാവത്തിൽ വളരുക? നിന്റെ ചുറ്റുപാടുമുള്ളവരോട് കരുണയുള്ളവനായിരിക്കണം. നിന്റെ ചുറ്റുപാടുമുള്ള വേദനിക്കുന്ന കഴിവില്ലാത്തവനും സമ്പത്തില്ലാത്തവനും നീ കൃപയായി മാറണം. കാരണം അവൻ്റെ കുറവുകൾ നീ നികത്തി കൊടുക്കണം. കരുണ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ പാപങ്ങൾ ഔദാര്യപൂർവ്വം നീ ക്ഷമിക്കണം. 2, അവരുടെ ആവശ്യങ്ങളിലേക്ക് നീ കൃപയുള്ളവനായി മാറണം, അവർക്ക് വേണ്ട കൊടുക്കണം. 3, അവരുടെ തെറ്റുകൾ നീ ക്ഷമിക്കണം. കോപിക്കുന്നതിൽ വിമുഖൻ, നിന്റെ ദൈവം അങ്ങനെ, നിന്റെ അപ്പൻ അങ്ങനെയാ. 4, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരനാണ് നീ. ഔദാര്യത്തോടെ കൊടുക്കണം. നിന്നെ തന്നെ മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി നിനക്കുള്ളത് പങ്കുവെക്കാൻ തയ്യാറാവണം. ഇതാണ് ദൈവം, ഇതാണ് ദൈവത്തിൻ്റെ സ്വഭാവം. ഈ സ്വഭാവത്തിൽ നമ്മൾ വളരണം. അതിനെനിക്ക് താല്പര്യമില്ല. ഞാൻ വേണമെങ്കിൽ 2000 തിരിയും കത്തിക്കാം, 25 കുരിശിന് വഴിയും ചെല്ലാം, ഇറച്ചി മീൻ പാല് മുട്ട 50 ദിവസം കഴിക്കാതിരിക്കാം, വേണമെങ്കിൽ പള്ളിക്ക് ചുറ്റും 4 പ്രാവശ്യം കറങ്ങിക്കൊള്ളാം. പക്ഷേ എൻ്റെ സഹോദരനോട് കരുണ കാണിക്കാനും അവൻ്റെ പ്രശ്നങ്ങൾ ഇടപെടാനും എന്നെക്കൊണ്ട് പറ്റില്ല. ഇതാണ് നമ്മുടെ പ്രോബ്ലം. അതുകൊണ്ടാണ് നമ്മൾ നോയമ്പിൻ്റെ തുടക്കത്തിൽ തന്ന വചനം യെശയ്യാ 58, നിങ്ങൾ എന്തിനു ഉപവസിച്ചു? അങ്ങ് കാണുന്നില്ലല്ലോ. ഞങ്ങൾ എന്തിന് ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി? അങ്ങത് ശ്രദ്ധിക്കുന്നില്ലല്ലോ. എന്നാൽ ഉപവസിക്കുമ്പോൾ നിങ്ങൾ സ്വന്തം സുഖമാണ് തേടുന്നത്. നിങ്ങളുടെ വേലക്കാരെ നിങ്ങൾ പീഡിപ്പിക്കുന്നു. കലഹിക്കുന്നതിനും ശണ്ട കൂടുന്നതിനും ക്രൂരമായ മുഷ്ടി കൊണ്ടിടിക്കുന്നതിനും മാത്രമാണ് നിങ്ങൾ ഉപവസിക്കുന്നത്. നിങ്ങളുടെ സ്വരമുന്നതത്തിലെത്താൻ ഇത്തരം ഉപവാസം ഉപകരിക്കുകയില്ല. ഇത്തരം ഉപവാസമാണോ ഞാൻ ആഗ്രഹിക്കുന്നത്? ഒരു ദിവസത്തേക്ക് ഒരുവരെ എളിമപ്പെടുത്തുന്ന ഉപവാസം, ഞാങ്ങണ പോലെ തല കുരിക്കുന്നതും ചാരം മുറിച്ച്
ചാരവും വിതറിക്കിടക്കുന്നത് ആണോ അത്? ഇതിനെയാണോ നിങ്ങൾ ഉപവാസമെന്നും കർത്താവിന് സ്വീകാര്യമായ ദിവസമെന്നും പറയുന്നത്? ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുകത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുകങ്ങൾ ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരൻ ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത്? നിന്റെ മുമ്പിൽ നീ ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? നിന്റെ മുമ്പിൽ വേദന അനുഭവിക്കുന്ന, പീഡിപ്പിക്കപ്പെടുന്ന, ദുഃഖിക്കുന്ന മക്കൾക്ക് വേണ്ടി കൈവരിച്ച് പ്രാർത്ഥിക്കുക. നീ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട. നിന്നെ വേദനിപ്പിച്ചവർ, ഉപദ്രവിച്ചവർ പാപത്തിന് പരിഹാരമായിട്ടാണ് നീ ഉപവാസമെടുത്ത് അല്ലെങ്കിൽ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ഒന്ന് അവനുണ്ടാക്കിയ വേദന, അവൻ തന്ന നഷ്ടം, അവൻ തന്ന അപമാനം, അവൻ തന്ന മുറിവ്, അത് ഞാൻ പരിഭവം പരാതിയും കൂടാതെ ഞാനങ്ങ് സ്വീകരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ സഹോദരൻ്റെ പാപത്തിന്, അവൻ കാണിച്ച തോന്നിയവാസത്തിന് ഞാൻ പരിഹാരം ചെയ്യുകയാണ്. ഇതാണ് സഹോദരൻ്റെ കെട്ടുകൾ പൊട്ടിക്കുക, നുകത്തിൻ്റെ കയറുകൾ അഴിക്കുക. എൻ്റെ മക്കൾ, എൻ്റെ കൂടെയുള്ള അനേകം മനുഷ്യർ, പാപത്തിൽ കിടക്കുന്ന മക്കൾക്ക് പാപത്തിൻ്റെ ബന്ധനത്തിൽ അഴിഞ്ഞു മാറാൻ വേണ്ടി ഞാൻ ഉപവാസം എടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ മുട്ടമേ നിൽക്കുന്നു, ഞാൻ കുരിശിൻ്റെ വഴി ചെല്ലുന്നു. ഇതിൻ്റെ പേരാണ് മധ്യസ്ഥ പ്രാർത്ഥന. എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ സഹോദരങ്ങൾ പാപത്തിൻ്റെ അടിമത്തത്തിൽ ബന്ധത്തിൽ കിടക്കുന്ന മക്കളെ വിമോചിപ്പിക്കാൻ വേണ്ടി. ആൻഡ് ദാറ്റ് ഈസ് ദ റീസൺ വൈ ഐ പ്രേ, ദാറ്റ് ഈസ് ദ റീസൺ വൈ ഐ ഫാസ്റ്റ്. ഇതിൻ്റെ ഒപ്പം ദരിദ്രനെ, വിശക്കുന്നതിന് ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതനെ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരൻ ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യണം. എനിക്കുള്ളത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കണം. അവിടെ ദശാംശം എന്നൊരു കണക്കൊന്നുമില്ല. നിന്റെ സഹോദരൻ അവൻ സഹായം അർഹിക്കുന്നവനായി കാണുമ്പോൾ നിന്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിന്റെ ദശാംശം കഴിഞ്ഞിട്ട് പൈസ ഉണ്ടെങ്കിൽ എന്നല്ല, നിന്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ നിന്റെ സഹോദരന് സഹായം നിരസിക്കാൻ പാടില്ല. 1 യോഹന്നാൻ 3:17. ലൗകിക സമ്പത്തുണ്ടായിരിക്കെ ഒരുവൻ തൻ്റെ സഹോദരനെ സഹായം അർഹിക്കുന്നവനായി കണ്ടിട്ടും അവനെതിരെ ഹൃദയമടയ്ക്കുന്നെങ്കിൽ അവനിൽ ദൈവസ്നേഹം എങ്ങനെ കുടികൊള്ളും? അപ്പം ഈ സ്നേഹത്തിൻ്റെ പ്രത്യേകതയാണ്, നിന്റെ സഹോദരന് വിശക്കുന്നവനും ഭവനരഹിതനും നഗ്നനും പീഡിതനൊക്കെ ആയിട്ട് കാണുമ്പോൾ നിന്റെ കയ്യിൽ അവനുള്ള പരിഹരിക്കാനുള്ള സാധനങ്ങളുണ്ടെങ്കിൽ കൊടുക്കാൻ നീ സന്നദ്ധനാകണം. ഇതിൻ്റെ പേരാണ് സ്നേഹം. വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ, എൻ്റെ സഹോദരൻ്റെ അത്യാവശ്യത്തിൻ്റെ മുൻപിൽ എൻ്റെ ആവശ്യങ്ങൾ മാറ്റിവെക്കാൻ സാധിക്കുന്നതിൻ്റെ പേരാണ് സ്നേഹം. ഈ സ്നേഹത്തിലേക്ക് നമ്മൾ വളരണം. ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. അതായത് നിങ്ങൾ 40 ഇറച്ചി മീൻ നിന്നിട്ട് എനിക്കെന്ത് ഗുണം, നാട്ടുകാർക്ക് എന്ത് ഗുണം? കാരണം നിങ്ങൾ ഇറച്ചി മീൻ മാറ്റിവെക്കുക നിങ്ങളുടെ സ്വന്തം താല്പര്യം നടക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉപവസിക്കുന്നത്. നോ, ഐ ഡോണ്ട് കെയർ, ഐ ഡോണ്ട് വാണ്ട് ദാറ്റ് കൈൻഡ് ഓഫ് ഫാസ്റ്റിംഗ്. ഇങ്ങനെ നിങ്ങൾ ഉപവസിക്കുമെങ്കിൽ എനിക്ക് ചിലത് പറഞ്ഞു തരാനുണ്ട്. എന്താണ്? ഇങ്ങനെ നീ ഉപവസിക്കുകയാണെങ്കിൽ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും. നീ ഏത് രോഗത്തിൽ കിടക്കുന്നതിനാണ് നിന്നെ ഞാൻ സുഖപ്പെടുത്തും. നിന്റെ മുൻപിലും കർത്താവിൻ്റെ മഹത്വം, നിന്റെ പിന്നിലും നിന്നെ സംരക്ഷിക്കും. ഒരു സാധന ഈ ലോകത്തിനെ തൊടത്തില്ല. ബിക്കോസ് ഐ വിൽ ബി യുവർ ഗാർഡ് ആൻഡ് പ്രൊട്ടക്ടർ. നീ പ്രാർത്ഥിച്ചാൽ, നീ എന്തൊക്കെ കാര്യം പ്രാർത്ഥിച്ചാലും ഞാൻ നിനക്ക് ഉത്തരം തന്നിരിക്കും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും. വിശക്കുന്നവർക്ക് ഉദാരമായ ഭക്ഷണം കൊടുക്കുകയും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും. നിന്റെ ഇരുണ്ട വേളകൾ മധ്യാഹ്നം പോലെയാകും. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും. നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവും പോലെയാകും നീ. നിന്റെ പുരാതന നഷ്ടശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും. അനേകം തലമുറകൾ അടിസ്ഥാനം നീ പണിതുയർത്തും. പൊളിഞ്ഞ മതിലുകൾ പുനരുദ്ധരിക്കുന്നവനെന്നും ഭവനങ്ങൾക്ക് കേടുപോക്കുന്നവനെന്നും നീ വിളിക്കപ്പെടും. വാട്ട് എ പ്രോമിസ്. ഹല്ലേലൂയ. അതുകൊണ്ടൊരു ചോദ്യം ഇത്രയേ ഉള്ളൂ. ഈ നോമ്പിന് ഒരിക്കൽ കൂടി കർത്താവ് ചോദിക്കുക, ഇതൊക്കെ നേടാൻ ആഗ്രഹമുണ്ടോ?
വെറുതെ കിടന്ന് മൂങ്ങി നടക്കരുത്. 2000 വർഷം മുമ്പ് നീ അനുഭവിക്കുന്ന സകല വേദനകളും ദുരിതങ്ങളും മാറ്റി ഈ ലോകത്തിലെ മലമുകളിൽ പണിതൊരു പട്ടണം പോലെ നിന്നെ, നിൻ്റെ കുടുംബത്തെ ഉയർത്തി നിർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ബി ദ ലൈറ്റ് ഓഫ് ദിസ് വേൾഡ്. അതാണ് നിൻ്റെ ഐഡൻറ്റിറ്റി, ക്രിസ്തുവിലുള്ള ഐഡൻറ്റിറ്റി ആണ്. അങ്ങനെ ഈ ലോകത്തിൻ്റെ അനുഗ്രഹമായി മാറാനുള്ള നിനക്ക് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് വരാൻ താല്പര്യമുണ്ടോ? ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് വരാൻ താല്പര്യമുണ്ടോ എന്നാണ് ദൈവം ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ നിൻ്റെ പ്രാർത്ഥന, ഇന്ന് വൈകുന്നേരം നീ ഇവിടുന്ന് 9 മണിക്ക് ഇറങ്ങുമ്പോൾ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയിരിക്കും. ഗോഡ് വിൽ ഡീൽ വിത്ത് യുവർ പ്രോബ്ലം. ഹല്ലേലൂയ. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. അപ്പം അതുകൊണ്ട് ഇനി നമ്മൾ വെറുതെ ഇങ്ങനെ ദൈവമേ എന്താ ഇങ്ങനെ, എന്താ കേൾക്കുന്നില്ല, എനിക്ക് ചെവി കേൾക്കാൻ പാടില്ല, കാത് കേൾക്കാൻ പാടില്ല എന്ന് ചോദിക്കണ്ടേ. യെശയ്യാ 59 അവർ പറയാണ്, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. എന്നാൽ നിൻ്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു, നിൻ്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു, അതിനാൽ അവിടെ നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. അപ്പം നമ്മുടെ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ മോചിക്കപ്പെടണം. ഇതിനുള്ള ആദ്യത്തെ വഴിയാണ് യേശുവിനെ നമ്മുടെ രക്ഷകനും കർത്താവുമായിട്ട് ഏറ്റുപറയണം. നീ അനുഭവിക്കുന്ന വേദനകൾ, ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ, അതിൻ്റെ കാരണം നിൻ്റെ പാപം. ആ പാപവും ആ പാപത്തിൻ്റെ സകല ഫലങ്ങളും നിന്നോടുള്ള അഗാധമായ സ്നേഹത്താൽ, ആ പാപത്തിൻ്റെ ശിക്ഷയും പാപത്തിൻ്റെ ഹീനകരമായ എല്ലാ പരിണിത ഫലങ്ങളും നിന്നോടുള്ള അഗാധമായ സ്നേഹത്താൽ അവൻ ഏറ്റെടുക്കുകയാണ്. 2 കൊരിന്ത്യർ 5:21 പറയണം, ഹി ഈസ് യുവർ റൈച്ചസ്നെസ്. നമ്മൾ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം പാപമാക്കി മാറ്റി. നമ്മുടെ സകല ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, രോഗങ്ങൾ, സങ്കടങ്ങൾ, പാപങ്ങൾ, കടങ്ങൾ, ബാധ്യതകൾ, തോൽവികൾ, പരാജയങ്ങൾ, നിന്ദനങ്ങൾ, അപമാനങ്ങൾ എല്ലാം അവൻ ഏറ്റെടുക്കുകയാണ്. നിന്നെ നീതീകരിക്കുവാൻ അവനെ ആരാധിക്കണം, അവനെ സ്തുതിക്കണം, അവൻ്റെ നാമത്തെ ഏറ്റുപറയണം, മറ്റുള്ളവരോട് അവനെക്കുറിച്ച് പഠിക്കണം, മറ്റുള്ളവർ അവനിലേക്ക് എത്തിക്കണം. ഇതാണ് നിന്നിൽ നിന്ന് പകരം ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഫിലിപ്പി ലേഖനം 2-ാമത്തെ അധ്യായം ദൈവവചനം നമ്മളോട് പറയുകയാണ്, അവൻ ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി നിനക്ക് വേണ്ടി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കുപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിന് വേണ്ടിയിട്ട്. എങ്ങനെയാണ് നീ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്? യേശുവിനെ ഏറ്റുപറയുന്നത് വഴി. എങ്ങനെയാണ് നീ ദൈവത്തെ ആരാധിക്കുന്നത്? യേശുവിനെ ആരാധിക്കുന്നത് വഴി. എങ്ങനെയാണ് നീ ദൈവത്തോട് നന്ദി പറയണത്? യേശുവിന് നന്ദി പറയുന്നത്. അങ്ങനെ യേശു ക്രിസ്തു നിനക്ക് എത്രത്തോളം കർത്താവും ദൈവവുമാണ്, അതാണ് ഈ ദൈവപിതാവിൻ്റെ കരുണ നിന്നിലേക്ക് വരാനുള്ള ഇതിൻ്റെ മാനദണ്ഡം. അപ്പം അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മൾ യേശുവിനെ പ്രകീർത്തിക്കണം. ഹല്ലേലൂയ. ലോകത്ത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ചങ്കിനെ വിട്ടിട്ടൊരു പരിപാടിയില്ല. The one and only one who died for me, who took my burdens, who took my diseases, who took my failures, who took my shame. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ 24 വർഷം മുമ്പാണ് ആ യേശുവിനെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ വിളിച്ചത്. ലോകത്തിലൊരു അഡ്രസ്സില്ല, തൊഴിലില്ല, വിദ്യാഭ്യാസമില്ല, സൽഗുണങ്ങളൊന്നുമില്ല, സ്വഭാവ ഗുണമൊന്നുമില്ല, വീട്ടുകാർക്ക് വേണ്ട, നാട്ടുകാർക്ക് വേണ്ടാത്തൊരു ജീവിതം.
പക്ഷെ എന്ന് അവനെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചുവോ, അന്ന് മുതൽ ഈ ജീവിതം അത്രമാത്രം അർത്ഥപൂർണമാക്കാൻ മാറ്റുകയാണ്. One of the blessed man in this world, his name is Elvis Koturan. കാരണം ആ സ്നേഹത്തിന് നിന്നിലുള്ള സകല കുറവുകളും നികത്തി നിന്നെ അതിസ്വാഭാവികമായൊരു ജീവിതത്തിലേക്ക് ഉയർത്താൻ കപ്പാസിറ്റി ഉണ്ട്. സെയിന്റ് കാതറിൻ ഓഫ് സിയന, നീ ആരാണെന്നും നിന്നിൽ ആരെന്നും നീ മനസ്സിലാക്കിയാൽ നീ ലോകത്തെ തകിടം മറിക്കുന്നവനായിട്ട് മാറും. ഇന്ന് ലോകത്താൽ പീഡിപ്പിക്കപ്പെടുന്നവനും ദുരിതം അനുഭവിക്കുന്നവനും അവഹേളിക്കപ്പെടുന്നവനും നിന്ദിക്കപ്പെടുന്നവനും പരിഹസിക്കപ്പെടുന്നവനാണോ നീ? നിനക്ക് അസ്തിത്വമുണ്ടാകുന്നത് നിനക്ക് യേശുവിന് നിന്റെ ജീവിതം സമർപ്പിക്കുമ്പോഴാണ്. ഈ ഈസ്റ്റർ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലും ഈ വചനത്തിൽ പറഞ്ഞിട്ടുള്ള പോലെ യെശയ്യാ 58 പറഞ്ഞ കർത്താവ് നിന്നെ അനുഗ്രഹിക്കാൻ തയ്യാറാണ്. ജെറമ്യായുടെ പുസ്തകം നമ്മൾ കേട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം ഇങ്ങനെ അതിസ്വാഭാവികമായ രീതിയിൽ നമ്മളെ അനുഗ്രഹിക്കാൻ ഉയർത്താൻ കർത്താവ് തയ്യാറാണ്. നമ്മുടെ കൈകൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ദൈവത്തോടൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കണം. അനുഗ്രഹം കിട്ടാനും പ്രശ്നം മാറാനല്ല പ്രാർത്ഥിക്കേണ്ടത്, അനുതാപം എന്നൊരു കൃപ തരണം. എൻ്റെ പാപ അവസ്ഥയെക്കുറിച്ച് അവബോധം തരണം. ഞാൻ എത്രമാത്രം സെൽഫിഷാണ്, അല്ലെങ്കിൽ സെൽഫ് ഡിപ്പെൻഡൻ്റാണ്. ദൈവമേ, ഞാൻ വളരെ സ്വാർത്ഥനും സ്വാർത്ഥ സ്നേഹിയുമാണ്. സ്വന്തം ഇഷ്ടം, സ്വന്തം സുഖം, സ്വന്തം താല്പര്യം, സ്വന്തം ആഗ്രഹങ്ങൾ, അതിൻ്റെ മേലെ ഞാനൊരു പ്രാർത്ഥനയുടെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുക. വെറുതെ വേസ്റ്റ് ആക്കാന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു രൂപത്തിൻ്റെ ആവശ്യമില്ല. നിനക്ക് പറയാൻ പറ്റണം, ഇനിമേൽ ഞാനല്ല, എന്നിൽ ക്രിസ്തു ജീവിക്കും. ഇനിമേൽ എൻ്റെ ഹിതമല്ല, നിന്റെ ഇഷ്ടം നിറവേറ്റലാണ് എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം. എന്തിനു വേണ്ടിയിട്ടാണ്? സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടല്ല, നരകാഗ്നിയിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടല്ല. യു ഗേവ് മീ യുവർ സെൽഫ്, നീ നിന്നെ തന്നെ എനിക്ക് നൽകി. അതുകൊണ്ട് ഇനിയുള്ള ജീവിതം നിനക്കാണ് കർത്താവേ. നിന്റെ നാമം മഹത്വപ്പെടണം, നിന്നെ പ്രകീർത്തിക്കണം, നിന്നെ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്തിക്കണം. നിന്റെ ഈ മഹാകാരുണ്യത്തെ ഇതറിയാത്ത മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അതിനാണ് ഇനി എൻ്റെ ജീവിതത്തിൻ്റെ സമസ്തവും ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. ഇതിലേക്ക് നമ്മൾ വളരണം. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഈ ഈസ്റ്ററിന് വചനം പറഞ്ഞതുപോലെ നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന ഉപവാസത്തിലേക്ക് വരണം. ദൈവം ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ ഇറങ്ങി വരണം. നമ്മളെ വിസ്മരിക്കണം, നമ്മളെ തന്നെ പരിത്യജിക്കണം, കുരിശുകളെടുക്കാൻ തയ്യാറാണ്. അവരന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗങ്ങളെടുക്കാൻ, സഹനങ്ങളെടുക്കാൻ, അവരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ, അവരുടെ വേദനകൾ, അവരുടെ കുറ്റങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് പരിഹാരം ചെയ്യുന്ന വ്യക്തികളായി നമ്മൾ മാറണം. ഇതാണ് യേശു ക്രിസ്തുവിൽ നമുക്കുള്ള വിളി. അവിടെ സഹനമുണ്ട്, മുറിവുണ്ട്, നഷ്ടമുണ്ട്, കുഴപ്പമില്ല. നിന്നെ പ്രതി ഞാനിതെല്ലാം ചെയ്യാൻ തയ്യാറാണ്. നിന്നോടുള്ള സ്നേഹത്തെ പ്രതി എൻ്റെ ജീവൻ പോലും ഞാൻ നഷ്ടപ്പെടുത്താൻ തയ്യാറാണെന്ന് പറയത്തക്ക രീതിയിലേക്ക് നമ്മൾ വളരണം. ഇങ്ങനെ വളർന്നവരാണ് ക്രിസ്തുവിൻ്റെ എല്ലാ ശിഷ്യന്മാരും. കാരണം അവർക്ക് ആ സ്നേഹം അനുഭവിച്ചു. അവരുടെ ജീവിതത്തെ അതിസ്വാഭാവികതരമായി രൂപാന്തരം വരുത്തിയ ആ സ്നേഹം അവരനുഭവിച്ചു. അതുകൊണ്ടാണ് അവരെല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങിപ്പുറപ്പെടും. ഇതുപോലെ നമുക്കും ആ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് കർത്താവെ, ഈ ഒരു ഇനിയുള്ള ദിവസമെങ്കിലും അനുതാപത്തിലേക്ക് വരുവാൻ, എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും മാറ്റിവെച്ച് ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുവാൻ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ, അധ്വാനിക്കുവാൻ, എനിക്കുള്ളത് ചെലവഴിക്കുവാൻ, എന്നെ തന്നെ നൽകുവാൻ എന്നെ സഹായിക്കണമേ. അങ്ങനെ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സകല പാപ, ശാപ, രോഗപീഠ, ദുരിതങ്ങളിൽ നിന്ന് ഞാൻ വിമോചിക്കപ്പെടുകയും നിന്റെ മഹത്വത്തിൽ പങ്കാളിയാകുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം പറയുന്നു, യേശുവേ നന്ദി പറയുന്നു. കർത്താവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കും. അവനെന്നും ചോദിക്കുക, ബെത്സേദ കുളക്കടലിൽ കിടക്കുന്ന നമ്മളോട് ചോദിക്കുക, തളർവാദം പിടിവെച്ച് നമ്മുടെ മനസ്സ്, ആത്മാവ്, ശരീരം, ബുദ്ധി, ഇത് നാല് തലങ്ങളിൽ കിടക്കുന്ന എന്നോട് പറയാണ്, നിനക്ക് സുഖം പ്രാപിക്കണോ? യേശുവിനെ സ്വന്തമാക്കണം.
യേശുവിനെ നിന്റെ ദൈവമായി സ്വീകരിക്കണം. യേശുവിന് നിന്റെ ജീവിതത്തെ സമർപ്പിക്കണം. അവന്റെ നാമത്തെ പ്രകീർത്തിക്കണം. അവന്റെ കാരുണ്യത്തെ നീ പ്രഘോഷിക്കണം. ആ നാമത്തെ ഉയർത്തട്ടെ. നമ്മുടെ ഓരോ സെല്ലുകളും കോശങ്ങളും അവനെ ഏറ്റു പറയണം. ആ നാമത്തെ പ്രകീർത്തിക്കണം. കാരണം നിന്റെ വേദനയും ദുഃഖങ്ങളും ശാപങ്ങളും രോഗങ്ങളും ഒരു പരാതിയോ പരിഭവമോ കൂടാതെ ഏറ്റെടുത്തവനാണ് അവൻ. നിന്നെ നീതീകരിക്കുവാൻ, നിന്നെ ദൈവത്തിന്റെ അവകാശത്തിന് യോഗ്യനാക്കുവാൻ, നിന്നെ സ്വർഗത്തിന് യോഗ്യനാക്കുവാൻ, നിന്നെ ദൈവത്തിന്റെ മകനാക്കി മാറ്റുവാൻ, ദൈവാനുഗ്രഹങ്ങൾക്ക് യോഗ്യനാക്കുവാൻ നിന്റെ സ്ഥാനം ഏറ്റെടുത്തവനെ പ്രകീർത്തിക്കണം. നമ്മുടെ എല്ലാ ശരീരം, മനസ്സ്, ആത്മാവ് എല്ലാം എടുത്ത് ദൈവത്തെ സ്തുതിക്കണം. ഈ സമയം വലിയ സ്തുതി ആരാധന മണിക്കൂറാക്കി മാറ്റണം. ആരെങ്കിലും എന്നെ നോക്കുന്നുണ്ടോ? നോക്കേണ്ട കാര്യമില്ല. ഈ രക്ഷ ഞാൻ സ്വന്തമാക്കണം. യേശു ക്രിസ്തുവിൽ നൽകിയ രക്ഷ ഞാൻ സ്വന്തമാക്കണം. എന്നെ ഭരിക്കുന്ന സകല പാപരോഗ പീഡബന്ധനങ്ങൾ, ദുഃഖങ്ങൾ, നിരാശ എല്ലാത്തിൽ ഞാൻ വിമോചിക്കപ്പെടാൻ പോകും. അവന്റെ സ്നേഹം എന്നെ വീണ്ടെടുക്കാൻ നമ്മൾ അനുവദിക്കണം. ഏറ്റുപറയണം.
എല്ലാവരും ഏറ്റുപറയാം. വിശ്വസ്തനാണവൻ. അവൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യും. നീ നിലവിളിച്ചാൽ ഞാൻ ഉത്തരം നൽകും. നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്നവൻ നിന്റെ കൂടെയുണ്ട്. അവൻ മറഞ്ഞിരിക്കില്ല, അവൻ മറഞ്ഞിരിക്കില്ല. അവൻ നിന്റെ കൂടെയുണ്ട്. അവന്റെ കാരുണ്യത്തെ ഏറ്റുപറയണം, ഏറ്റുപറയണം. നമ്മുടെ ഏത് ആവശ്യങ്ങളും ഏത് പ്രശ്നങ്ങളും ഏത് പ്രതിസന്ധികളും പരിഹരിക്കുവാൻ ദൈവത്തിൻ്റെ കൃപയ്ക്ക് ശക്തിയുണ്ട്. നമ്മുടെ കർത്താവ്, നിനക്കെൻ്റെ കൃപ മതി. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറ്റപ്പെടാനുള്ളതല്ല. പല പ്രശ്നങ്ങൾക്കും നമ്മളെ ക്രിസ്തുവിൽ രൂപപ്പെടുത്താനുള്ള ശക്തിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുരിശ് നമ്മൾ വിചാരിക്കുന്ന പോലെ ലോകം കാണുന്നൊരു കാഴ്ചപ്പാടല്ല ഒരു ക്രിസ്ത്യാനിക്ക് കുരിശിനെ കാണും. ലോകത്തിന് കുരിശ് ശാപത്തിൻ്റെ അടയാളമാണ്, ദുരിതത്തിൻ്റെ അടയാളമാണ്. അത് തിരസ്കരിക്കപ്പെടേണ്ടതാണ്. എന്നാൽ ഒരു ക്രിസ്ത്യാനിക്ക് കുരിശ് അങ്ങനെയല്ല. ക്രിസ്ത്യാനിക്ക് കുരിശ് ക്രിസ്തുവിലോളം വളരാനുള്ള ഏണിപ്പടിയാണ്. അതുകൊണ്ട് തന്നെ ചില വേദനകളും ദുഃഖങ്ങളും സഹനങ്ങളും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കും. അതെന്തിനാന്ന് വെച്ചാൽ അതിനെ ക്രിസ്തുവിൽ രൂപപ്പെടുത്താൻ അതിന് ശക്തിയുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തെ ലക്ഷ്യം അതാക്കി മാറ്റണം. എങ്കിലും ആ പ്രശ്നങ്ങൾ നമ്മളെ കൊണ്ട് ഇങ്ങനെ അസ്വസ്ഥപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അത് അസ്വസ്ഥപ്പെടാതെ അത് തള്ളിക്കൊണ്ട് നീക്കിപ്പോകാനുള്ള കൃപ ദൈവം നമുക്ക് തരും. ഹല്ലേലൂയ. ആ കുരിശുകൾ നമ്മൾ എടുക്കേണ്ടി വന്നാലും ആ കുരിശുകൾ നമുക്ക് ഒരു ഭാരമാകില്ല, നമുക്കൊരു അസ്വസ്ഥതയാകില്ല. കാരണം എൻ്റെ കൃപ നിൻ്റെ മേലുണ്ടാവും. മാത്രമല്ല, നമ്മളിലൂടെ ഈ ലോകത്ത് നമ്മൾ ചെയ്യാൻ ഒത്തിരി കാര്യങ്ങൾ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിൽ, ദാമ്പത്യ ജീവിതം, മക്കളുടെ കാര്യങ്ങൾ, ബിസിനസ്, വ്യാപാരങ്ങൾ, ശുശ്രൂഷകൾ, ഇവിടെ എല്ലാം കുറേ കാര്യങ്ങൾ നമ്മൾ മുമ്പോട്ട് പോകാനുള്ളവരാണ്. ഇതെല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യാനും നിനക്ക് എൻ്റെ കൃപ മതി. നിനക്ക് വേറെ ആരെയും സഹായം ആവശ്യമില്ല. എന്നെ അയാൾ സഹായിക്കുന്നില്ല, എന്നോട് പെരുമാറുന്നില്ല, ഇടപെടുന്നില്ല, എന്നെ സ്നേഹിക്കുന്നില്ല, എന്നോട് ഭയങ്കര ക്രൂരമായിട്ട് ഇങ്ങനെ ഇതൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. നിനക്കെൻ്റെ കൃപ മതി. നീ ആഗ്രഹിക്കുന്നതിനേക്കാൾ വളരെ കൂടുതൽ
ചെയ്തു തരാൻ കഴിവുള്ള കൃപ, ആ കൃപയ്ക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ആ കൃപ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, യേശു തന്നെയാണ്. അവനെ സ്വന്തമാക്കണം. ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദാഹത്തോടെ പ്രാർത്ഥിക്കണം. നിന്റെ കൃപ എനിക്ക് തരണം കർത്താവേ. കൃപ എന്ന് പറയുന്നത് നമ്മളിൽ ഓപ്പറേഷനിലാകുന്നത് നമ്മൾ നമ്മുടേതായ പ്രവർത്തനങ്ങൾ നിർത്തുമ്പോഴാണ്. നമ്മുടെ ബുദ്ധിയും നമ്മുടെ പദ്ധതികളും നമ്മുടെ കഴിവൊക്കെ ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നടത്താനായിട്ട് പരിശ്രമിക്കുന്നത് നിർത്തുക. നിന്റെ കൃപയാൽ എനിക്കിത് നിറവേറപ്പെടണം കർത്താവേ. 38 വർഷമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവൻ ആ കൃപ ലഭിച്ചപ്പോൾ ഒരു നിമിഷം കൊണ്ടവൻ ദേവാലയത്തിലെത്തുകയാണ്. ഇത് തന്നെയാണ് നമ്മൾ ബൈബിൾ മുഴുവൻ കാണുന്നത്. ഒരു ദിവസം മുഴുവൻ വഞ്ചി വലയെറിഞ്ഞിട്ട് ഒരു മീൻ കിട്ടാത്തപ്പോൾ ആ കൃപ വന്ന് നിറഞ്ഞപ്പോൾ അവൻ്റെ വല മുഴുവൻ നിറയുകയാണ്. ഈ കൃപയാണ് നമുക്ക് വേണ്ടത്. ആ കൃപ യേശുവിലെ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് യേശുവിനെ ഏറ്റുപറയുന്നത് വഴി, യേശുവിന് ജീവിതം സമർപ്പിക്കുന്ന ഒരു ജീവിതത്തിൽ ഈ കൃപ സമൃദ്ധമായിട്ട് ഒഴുകപ്പെടും. കരമുയർത്തി ഒന്ന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. എനിക്ക് നിന്റെ കൃപ മതി കർത്താവേ. വേറെ എന്തിൻ്റെയൊക്കെയോ പുറകെ നമ്മൾ ഓടുകയാണ്. എനിക്ക് ബുദ്ധിയില്ല, എനിക്ക് കഴിവില്ല, എനിക്ക് സൗന്ദര്യമില്ല, എനിക്ക് വിദ്യാഭ്യാസമില്ല, എന്നെ സഹായിക്കാൻ ആരില്ല, എല്ലാവർക്കും എന്നോട് ദേഷ്യമാണ്, എന്നെ ഉയർത്താനും ആളില്ല, എനിക്ക് അതില്ല ഇതില്ല എന്ന് പറയരുത്. യേശുവിനെ സ്വന്തമാക്കുന്ന നിനക്ക് കൃപ മതി. ആ കൃപയിൽ നീ ആശ്രയിക്കണം, ശരണപ്പെടണം. അതിനായിട്ട് നീ ദാഹത്തോടെ പ്രാർത്ഥിക്കണം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വഭാവത്തെ ഏറ്റുപറഞ്ഞ് ആരാധിക്കണം.
സഹായിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് അവകാശപ്പെട്ടത് പലതും തരുന്നില്ല, എനിക്ക് യോഗ്യതയില്ല, എനിക്ക് കഴിവില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന മക്കള് ഈ രാത്രിയിൽ ഒരു കാര്യം പറയണം. I need only your grace. എനിക്ക് നിന്റെ കൃപ മതിയേ. ഇനി പരാതിയില്ല, ഇനി പരിഭവങ്ങളില്ല, ഇനി സങ്കടമില്ല, ദുഃഖമില്ല. കാരണം അവന്റെ കൃപയാ എന്റെ എല്ലാ വിഷയങ്ങളും ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ മനോഹരമായി നടത്തപ്പെടും. ഭാഷാവരമുണ്ടെങ്കിൽ ഭാഷാവരത്തെ സ്തുതിക്കട്ടെ, സ്വതന്ത്രമായിട്ട് സ്തുതിക്കട്ടെ. നമ്മളെ ഭരിക്കുന്ന അടിമച്ചങ്ങലകൾ, പിശാചിന്റെ തുണകൾ, നിരാശ, ദുഃഖം, ഭയം, ആകുലത എന്നെ ഒന്നിനും കൊള്ളില്ല, എന്നെ കഴിവില്ല, ഞാൻ ശപിക്കപ്പെട്ടവനാണ്, ഞാൻ തഴയപ്പെട്ടവനാണ്, ദൈവം പോലും കൈവിട്ടവനാണ് ഞാൻ, അങ്ങനെയുള്ള എല്ലാ ചിന്തകളും വിടട്ടെ. എനിക്കൊന്നും സാധ്യമായിട്ടില്ല. എന്റെ കർത്താവിലൂടെ, എന്റെ യേശുവിലൂടെ, അവന്റെ കൃപയാ എന്റെ എല്ലാ കാര്യങ്ങളും നടത്തപ്പെടും. Hallelujah. I believe in you. I trust in you. യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നീ മാത്രം മതി എനിക്ക്, നീ മതി എനിക്ക് നാഥ, നീ മതി എനിക്ക്. പ്രഖ്യാപിച്ചേ ജീവിത യാത്രയതിൽ ഭാരങ്ങളേറിടുമ്പോൾ. ചില ഭാരങ്ങൾ കുരിശുകൾ ഇച്ചിരി കട്ടിയാണ്, സാരമില്ല. നിന്റെ കൃപയാൽ ഇതെല്ലാം ഞാൻ സാധിക്കും. എല്ലാ നാവുകളും പ്രഖ്യാപിക്കട്ടെ. അവിടുത്തെ വാഗ്ദാനമാണ്, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് നിനക്ക് ഉത്തരം വരണം, മറുപടി തരും. വിശക്കുന്നവർ നിനക്ക് വേണ്ടി നിന്റെ ഇരുണ്ട വേളകൾ മധ്യാഹ്നം പോലെയാകും. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും. നിന്റെ അസ്ഥികളെ അവിടുന്ന് ബലപ്പെടുത്തും. നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറയും പോലെ നീ ആകും. ഇത് ദൈവത്തിന്റെ വാഗ്ദാനമാണ്. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കാം. അത് സംഭവിക്കുന്നത് മനുഷ്യന്റെ കഴിവോ ബുദ്ധിയോ ശക്തിയോ കൊണ്ടല്ല, എന്റെ പരിശുദ്ധാത്മശക്തിയാൽ, എന്റെ കൃപയാൽ, നിന്നോടുള്ള അഗാധമായ സ്നേഹത്താൽ ഇതെല്ലാം ഞാൻ നിന്റെ ജീവിതത്തിൽ സംഭവിപ്പിച്ചിരിക്കും. വിശ്വസിക്കുന്ന മക്കള് കരങ്ങൾ ഉയർത്തി സ്തുതിക്കണം, നന്ദി പറയണം. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കരുത്. It is by my grace and power. Hallelujah. Hallelujah.
നിന്റെ മുഖത്ത് നോക്കി പലരും പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ വെറുതെയാണ്, ഇതൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ നിന്നോട് ദൈവം പറയാണ്, പ്രഖ്യാപിക്കണം, നിന്റെ കൃപയാൽ ഇത് സാധ്യമാണ്. എന്റെ യേശുനാഥന്റെ കൃപയാൽ it will happen. Hallelujah. സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞ സ്വപ്നങ്ങൾ, പ്രാർത്ഥനകൾ അതെല്ലാം ജീവൻ വെക്കുകയാണ്. കർത്താവ് നിന്നെ പടുത്തുയർത്തും, കർത്താവ് നിന്നെ കൈപിടിക്കും. മരുഭൂമിയിലും ആരും സഹായിക്കാനില്ലാത്ത സ്ഥലത്ത്, വരണ്ട മേഖലകളില് അവിടുന്ന് വലിയ വിരുന്ന് നിനക്ക് തരും. നിന്റെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണ്, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണ്. വിശ്വാസം എന്നോട്ടം സ്വർഗം ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതം നയിക്കുവാൻ, ദൈവിക സ്വഭാവത്തിൽ വളരുവാൻ, അതാണ് വിശുദ്ധി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരുണ്യത്തിൽ, കൃപയിൽ, സ്നേഹത്തിൽ, ക്ഷമയിൽ, മറ്റുള്ളവരുള്ള ഔദാര്യത്തിൽ വളരുവാൻ എനിക്ക് സാധിക്കും. ഞാനൊരു പുതിയ വ്യക്തിയായി മാറും. ഈസ്റ്ററോടുകൂടി അടുത്ത ഫിനാൻഷ്യൽ ഇയർ I'll be a different person by your grace. Hallelujah.
വറ്റാത്ത നീരുറ പോലെയാകും നീ. നിന്റെ പുരാതന നഷ്ടശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും. അനേക തലമുറകളുടെ അടിസ്ഥാനം നീ പണിതുയർത്തും. ഒളിഞ്ഞ മതിലുകൾ പുനരുദ്ധരിക്കുന്നവരെന്നും ഭവനങ്ങൾക്ക് കേടുപോക്കുന്നവരെന്നും നീ വിളിക്കപ്പെടും. അനേകായിരം ജീവിതങ്ങളെ, പ്രസ്ഥാനങ്ങളെ പടുത്തുയർത്തുന്നവരാക്കി ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തും. By His grace, by His grace. Hallelujah. പണമല്ല വേണ്ടത്, എനിക്ക് സ്വർണമല്ല വേണ്ടത്, എനിക്ക് വലിയ സ്ഥാനമാനമല്ല വേണ്ടത്. എനിക്കത് മനസ്സിലായി. I need your grace. എനിക്ക് നിന്റെ കൃപ വേണം കർത്താവേ. അതിൽ മാത്രമേ ഈ പ്രശ്നങ്ങളിൽ നിന്ന്, ഈ പ്രതിസന്ധികളിൽ നിന്ന് ഞാൻ വിമോചിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് മാത്രമേ ഈ കാര്യങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ നടക്കുകയുള്ളൂ. നിന്നേക്കാൾ അധികമായി പലതിനെ സ്നേഹിച്ചവനാണ് ഞാൻ. നിന്നേക്കാൾ അധികമായി പലതിന്റെ പുറകെ ഓടിയവനാണ് ഞാൻ. നിന്നേക്കാൾ അധികമായി എന്നെ സ്നേഹിച്ചവനാണ് ഞാൻ. നാഥ, പൊറുക്കേണമേ, പൊറുക്കേണമേ. എന്റെ പാപം ഞാൻ തിരിച്ചറിയുന്നു. സ്വാർത്ഥ താല്പര്യങ്ങൾ, സ്വയം സ്നേഹം, ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങൾ, ബഹുമാനങ്ങൾ കിട്ടുവാനുള്ള എന്റെ ആഗ്രഹങ്ങൾ എല്ലാം ഞാൻ മാറ്റിവെക്കുന്നു. ഇനി എല്ലാ സ്തുതിയും ബഹുമതിയും നിനക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുക. നിന്റെ നാമത്തിന്റെ മഹത്വം ലോകത്തിന്റെ അതിർത്തി വരെ എത്തിക്കാൻ ഞാൻ പരിശ്രമിക്കും കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൊരിന്തോസ്യർക്ക് ലേഖനം 5-ാമത്തെ അധ്യായം 15-ാമത്തെ വചനം നമ്മളോട് പറയുകയാണ്. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തതിനു വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. ഇതാണ് സ്വർഗം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നൊരു കാര്യം. നൊയമ്പ്, ഉപവാസം ഒക്കെ നല്ലതാണ്. പക്ഷേ ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നവരാ നമ്മളെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുന്ന നമ്മൾ ആ ലോകത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും, സ്വയം സ്നേഹത്തിൽ നിന്നും മാറി എനിക്ക് വേണ്ടി മരിച്ചു അവൻ്റെ മഹത്വത്തിൽ പങ്കുകാരാക്കാൻ ഉദ്ധാനം ചെയ്തതിനു വേണ്ടി ജീവിക്കണം. ഇതാണ് സ്വർഗം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്.
അവിടെയാണ് ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിക്കുക. വീണ്ടും 17-ാമത്തെ വചനം പറയാണ്, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ഒരു പുതു സൃഷ്ടിയായി മാറണം. ഒരു പുതിയ കാഴ്ചപ്പാട്, ഒരു പുതിയ മനോഭാവം, ഒരു പുതിയ സ്വഭാവം, ഒരു പുതിയ പെരുമാറ്റം. അത് ക്രിസ്തുവിൻ്റെ സ്വഭാവവും പെരുമാറ്റമുള്ളവരായി നമ്മൾ മാറണം. നമ്മുടെ സഹോദരങ്ങളോട്, സഹജീവികളോട് കരുണയും സ്നേഹവും കൃപയും ക്ഷമയും വലിയ ഔദാര്യമുള്ളവരായി നമ്മൾ മാറണം. ഇതാണ് സ്വർഗം നമ്മളോട് പറയുന്നത്. 2, അങ്ങനെ അവനെ നമ്മൾ പ്രകീർത്തിക്കണം. അവനെ ലോകത്തിൽ നമ്മൾ കാണിച്ചു കൊടുക്കണം. ഇത് ഓരോ ക്രിസ്ത്യാനിയുടെ ഉത്തരവാദിത്തമാണ്. എന്തിനാണ് നമ്മൾ അവനെ പറയുന്നത്? എന്തിനാണ് നമ്മൾ അവനെ ആരാധിക്കുന്നത്? 21-ാമത്തെ വചനം പറയും, എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ കാരുണ്യത്തിനും സ്നേഹത്തിനും അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും സ്വർഗത്തിനും യോഗ്യത നേടുവാൻ നമ്മളുടെ പാപം മുഴുവൻ ദൈവം അവൻ്റെ മേൽ ചുമത്തി. അവനെ പാപമാക്കി മാറ്റി. ഒരു പരിഭവമോ പരാതിയോ കൂടാതെ അവൻ നമ്മുടെ പാപങ്ങളും പാപഫലങ്ങളും ഏറ്റെടുത്ത് നമ്മളെ ദൈവാനുഗ്രഹത്തിന് യോഗ്യരാക്കി മാറ്റി. അവൻ്റെ ആ സ്നേഹത്തെ ഓർത്താണ് നമ്മൾ അവനെ ആരാധിക്കുന്നത്. കരങ്ങൾ ഒരിക്കൽ കൂടെ ഉയരട്ടെ. ആ കുരിശിലേക്ക് നോക്കുമ്പോൾ നീ തിരിച്ചറിയണം, നിന്നെ സ്നേഹിച്ചതിൻ്റെ അടയാളമാണ് ആ കുരിശിലെ മുറിവും ആ കുരിശിലെ വലിയ അപമാനം നിറഞ്ഞ മരണവും. നിന്നോടുള്ള അഗാധമായ സ്നേഹത്തിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ അടയാളം. അതുകൊണ്ടാണ് we worship him with all our heart, with all our mind and strength. Yes Lord, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുന്നു. I worship you, Almighty God. There is none like you. Yes, Lord. I worship you, oh Prince of Peace. There is none to do. I give you praise, yes Lord. For you are my righteousness. നീ എൻ്റെ നീതിയായി മാറിയവൻ. Worship you, Almighty God. There is none like you. ആ കുരിശിലേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് പാടാൻ സാധിക്കണം, എനിക്ക് വേണ്ടി ദൈവത്തിൻ്റെ നീതിയായവൻ. ദൈവത്തിൻ്റെ നീതിയാണ് നമ്മളെല്ലാവരും പാപത്തിൻ്റെ ശിക്ഷ, പരിണിതഫലം അനുഭവിക്കുക. അത് ദൈവനീതിയാണ്. എന്നാൽ ആ പരിണിതഫലം മുഴുവനും അവൻ ഏറ്റെടുത്ത് മനുഷ്യരാൽ കണ്ടാൽ വിരൂപനാക്കപ്പെട്ട ഒരു കുഷ്ഠരോഗിയെ പോലെ കുരിശിൽ എനിക്കായി മരിച്ചവൻ. അങ്ങനെ അവൻ എന്നെ ദത്തെടുത്തു, ദൈവാനുഗ്രഹങ്ങൾക്ക് യോഗ്യനാക്കി. അവനെ നമ്മൾ ആരാധിക്കുന്നത്, അവൻ്റെ നാമത്തെയാണ് നമ്മൾ ഏറ്റുപറയുന്നത്. അവന് വേണ്ടിയിട്ടാണ് ഇനിയുള്ള ജീവിതം. ഒരിക്കൽ കൂടെ let us worship him. Worship you, Almighty
I worship you, oh Prince of Peace. That is what I long to do. I give you praise, for you are my righteousness. Jesus. Worship you, Almighty God. There is none like you. Hallelujah. ആ കുരിശിലേക്ക് നോക്കി ആ നാമത്തെ എല്ലാ നാമങ്ങൾക്കുപരിയായി നമ്മുടെ ജീവിതത്തിലെ എല്ലാ താല്പര്യങ്ങളുടെയും മുകളിലായി, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളുടെയും മുകളിലായി, നമ്മുടെ എല്ലാ സ്വപ്നങ്ങളുടെ ആവശ്യങ്ങളുടെ മുകളിലായി ആ നാമത്തെ നീ പ്രകീർത്തിക്കുമ്പോൾ, ഏറ്റുവെക്കുമ്പോൾ സ്വർഗം നിന്റെ മേൽ തുറക്കപ്പെടും. നിന്നെ മാത്രം മതി. നിന്നിലാണ് എൻ്റെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം. നിന്നിലാണ് തിരിച്ചറിവ്. നിന്നെ സ്വന്തമാക്കുന്നവർക്ക് എല്ലാം സ്വന്തമാണ്. നീ എൻ്റെ കൂടെ ഇല്ലാത്തതാണ് എൻ്റെ എല്ലാ കുറവിൻ്റെയും കാരണം ഞാൻ തിരിച്ചറിവ്. Once again, let us worship him. I worship you, Almighty God. There is none like you, Jesus. I worship you, oh Prince of Peace. That is what I long to do. I give you praise, for you are my righteousness. I worship you, Almighty God. There is none like you. ഭയപ്പെടേണ്ട കുഞ്ഞെ, സംഭ്രമിക്കേണ്ട മകനെ, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എൻ്റെതാണ്. നീ ഭയപ്പെടേണ്ട, സംഭ്രമിക്കേണ്ട. ഞാനാണ് നിന്റെ ദൈവം. എൻ്റെ വിജയം നൽകുന്ന വലതുകരം നിന്നെ താങ്ങും. നിന്റെ എല്ലാ ഉദ്യമങ്ങളിലും നിനക്ക് വിജയം നൽകും. And I'll be with you forever. Amen. Praise the Lord.